ഞാനൊരു ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഹായ് ഷിബു ചേട്ടാ. ഹായ്. ഹായ് ശിവ ചേട്ടാ. എല്ലാവർക്കും ഹായ്. നമുക്കറിയാവുന്ന പോലെ ഇന്ന് നമ്മള് ചാപ്റ്റർ 9 അല്ലെങ്കിൽ 9ാമത്തെ ചാപ്റ്റർ, പിന്നീടുള്ള കുടുംബം, ദ ഫാമിലി ആഫ്റ്റർ വാർഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് വായിക്കാൻ ശ്രമിക്കുന്നത്. 12 പടികൾ നമ്മള് ഏകദേശം അവസാനിച്ചു. അപ്പൊ 12 പടികളിൽ 3 തലങ്ങളായിട്ടാണ് നമ്മൾ അതിനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന്, ഹാവിങ് ഹാഡ് എ സ്പിരിച്വൽ അവേക്കണിങ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് എന്നുള്ള ഒരു ഭാഗം, അതായത് ഈ നടപടികളുടെ ഭാഗമായി കിട്ടിയ ആത്മീയ അനുഭവത്തിന്റെയോ ആത്മീയ ഉണർവിന്റെയോ ഭാഗമായി എന്നുള്ള ഭാഗം. അതൊരു പ്രോമീസ് ആണ്. 12 പടികൾ ഒരു പ്രോമീസ് ആണ്, അതൊരു വാഗ്ദാനാണ്. രണ്ടാമത്തെ ഭാഗം, വി ട്രൈ ടു ക്യാരി ദിസ് മെസ്സേജ് ടു ആൽക്കഹോളിക്സ്, അതായത് നമ്മൾ മറ്റു മദ്യാസക്തരിലേക്ക് നമ്മുടെ ഈ സന്ദേശം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ നമ്മളെ ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു ചാർജ് ഏൽപ്പിക്കുകയാണ് മറ്റ് മദ്യാസക്തരിലേക്ക് എത്തിക്കാനായിട്ട്. പക്ഷെ അതിനും ഉപരിയായിട്ട് മൂന്നാമത്തെ ഭാഗമുണ്ട്. അതൊരു ചലഞ്ചാണ്, അതായത് ഒരു വെല്ലുവിളിയാണ്. അത് ആ ചലഞ്ച് എങ്ങനെയാണ്? ആൻഡ് ടു പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ഓൾ അവർ അഫയേഴ്സ്. ഈ ആത്മീയ ഉണർവിന്റെ ഭാഗമായി കിട്ടിയ ഈ ആത്മീയ സുസ്ഥിതിയെ മറ്റുള്ള മദ്യാസക്തിയിലേക്ക് എത്തിക്കുക, ഒപ്പം നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കുക. ഈ തത്വങ്ങൾ എല്ലാ വ്യവഹാരങ്ങളും പാലിക്കുക, ഈ പ്രിൻസിപ്പിൾസ് എല്ലാ വ്യവഹാരങ്ങളും പാലിക്കുക. അപ്പോൾ നമ്മൾ ഈ ഓരോ പടികൾ 1 മുതൽ 12 പടികളിൽ ഓരോ പടികളിലും ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമുക്കറിയാം, 1ാം പടി ഹോണസ്റ്റി മുതൽ അങ്ങനെ ഓരോരോ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പോൾ 12 പടികളിലെ ഈ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ മറ്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് പിന്നീട് തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രിൻസിപ്പിൾസ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ചാപ്റ്റർ 8 ഭാര്യമാരോടും പിന്നെ പിന്നീടുള്ള കുടുംബം എന്ന് പറയുന്ന നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന അധ്യായത്തിലാണ് ഈ തത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ തത്വങ്ങൾ എല്ലാ കാര്യങ്ങളും പാലിക്കുക എന്നുള്ള ചെറിയൊരു ഷോർട്ട് ഫോമിലാണ് ആ പടികളിൽ എഴുതി വെച്ചിരിക്കുന്നതെങ്കിലും അതിന് വളരെയധികം വ്യാപകമായ ഒരു അർത്ഥമുണ്ട്. അപ്പൊ ആ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ ഞാൻ കുറേയൊക്കെ പ്രിൻസിപ്പിൾസ് ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ റിവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വായിച്ചു പോയപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഫാമിലി ആഫ്റ്റർ മലയാളത്തിൽ വായിക്കാം. പിന്നെ അതിന്റെ ഇംഗ്ലീഷ് ബുക്കിൽ നിന്നുള്ള വിവർത്തനങ്ങൾ മലയാളത്തിലേക്ക്, കാരണം നമുക്ക് ഒരു ആക്യുറേറ്റ് എന്താണ് മലയാളം ബുക്കിലും ഇംഗ്ലീഷ് ബുക്കിലും പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു കൃത്യത വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ റോമൻ വായിക്കാവോ? വായിക്കാം. അധ്യായം 9, പിന്നീടുള്ള കുടുംബം. രോഗവിമുക്തമായിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിനോട് താൻ പുലർത്താനിടയുള്ള മനോഭാവത്തെക്കുറിച്ച് ഞങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഒരു പുതപ്പിൽ പൊതിഞ്ഞുകെട്ടി ഒരു പീഠത്തിന്മേൽ കൊണ്ടുപോയി കുടിയിരുത്തേണ്ടവരാളാണ് അയാളെന്ന തോന്നൽ തങ്ങളുടെ വിവരണത്തിൽ നിന്ന് അവർക്കുണ്ടാക്കിയിട്ടുണ്ടാവും. വിജയകരമായ ഒരു പുനരാവിഷ്കാരത്തിന്റെ രീതി നേരെ വിപരീതമായ മറ്റൊന്നാണ്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സഹിഷ്ണുത, പരസ്പര ധാരണ, സ്നേഹം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് കൂടണം. ഒരുതരം സമ്മർദ്ദക്കുറവ് അടങ്ങിയിട്ടുള്ള ഒരു പ്രക്രിയയാണത്. മദ്യപനും അയാളുടെ ഭാര്യയും അയാളുടെ കുട്ടികളും അയാളുടെ മറ്റു ബന്ധുക്കളും കുടുംബത്തിന് മൊത്തത്തിൽ തങ്ങളോടുള്ള മനോഭാവത്തെക്കുറിച്ച് നിയതമായ ആശയങ്ങളുള്ളവരാണ്. തങ്ങളുടെ സ്വന്തം ആശയാഭിലാഷങ്ങൾ ആദരിക്കപ്പെടണമെന്ന് താല്പര്യമുള്ളവരാണ് ഓരോരുത്തരും. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി തന്നെ മറ്റുള്ളവർ കൂടുതൽ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവർ കൂടുതൽ അമർഷമുള്ളവരായി മാറുന്നു. ഇത് പൊരുത്തമില്ലായ്മയും അസന്തുഷ്ടതയും സൃഷ്ടിക്കുന്നു. എന്തുകൊണ്ടാണിത്? ഓരോരുത്തർക്കും നടുനായകത്വം വഹിക്കണമെന്നുള്ള മോഹമാണ് ഇതിന്റെയൊക്കെ കാരണം. ഓരോരുത്തരും കുടുംബത്തെ തന്റെ ഇഷ്ടത്തിനൊത്ത് ഒരുക്കുവാൻ ശ്രമിക്കുന്നവരല്ലേ? ഓരോരുത്തരും കുടുംബ ജീവിതത്തിൽ നിന്ന് തനിക്കെന്ത് കൊടുക്കുവാൻ പറ്റും എന്നതിന് പകരം തനിക്കെന്ത് എടുക്കാൻ പറ്റും എന്ന് അബോധപൂർവം ശ്രമിക്കുകയല്ലേ? കുടിയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് വളരെ യാതനാപൂർണവും അപൂർവമായ ഒരവസ്ഥയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആദ്യത്തെ പടി മാത്രമാണ്. ഒരിക്കൽ ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഒരമിത മദ്യപാന രോഗിയോടൊത്തുള്ള വർഷങ്ങളായുള്ള ജീവിതം ഏതൊരു ഭാര്യയെയും കുഞ്ഞിനെയും ഞരമ്പ് രോഗികളാക്കി മാറ്റിയിട്ടുണ്ടാവുമെന്നത് വളരെ തീർച്ചയാണ്. കുടുംബാംഗങ്ങൾ മൊത്തത്തിൽ രോഗമുള്ളവരായിരിക്കും. അവരുടെ സുദീർഘമായ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളെല്ലാം കൊണ്ടും എപ്പോഴും നല്ല കാലാവസ്ഥയിലായിരിക്കില്ല എന്ന കാര്യം ബോധ്യപ്പെട്ടിരിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ഈ പ്രയാണത്തിനിടയിൽ ഓരോരുത്തരും കാലിടച്ചുള്ളവരും കൂട്ടത്തിൽ നിന്ന് വഴുതി മാറുന്നവരുമായിരിക്കാം. പലപ്പോഴും പ്രലോഭിപ്പിക്കുന്ന ഊടുവഴികളും എളുപ്പവഴികളുമൊക്കെ കണ്ടേക്കാം. അതിലൂടെയൊക്കെ ചുറ്റിപ്പറ്റി അവർ വഴി തെറ്റിയേക്കാം. ഒരു കുടുംബം അഭിമുഖീകരിക്കാനിടയുള്ള ചില പ്രശ്നങ്ങൾ ഞങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് എന്ന് കരുതുക. അവ എങ്ങനെ ഒഴിവാക്കാനാവുമെന്ന്
മറ്റുള്ളവർക്ക് പ്രയോജനമായ രീതിയിൽ അതെങ്ങനെ മാറ്റിയെടുക്കാമെന്നും ഞങ്ങൾ നിർദ്ദേശിക്കുകയാണെന്ന് മാത്രം കരുതുക. ഒരമിത മദ്യപാന രോഗിയുടെ കുടുംബം സന്തോഷവും സുരക്ഷിതത്വവും തിരിച്ചു വരുന്നതിന് വേണ്ടി ഉള്ളൊരുക്കി ആഗ്രഹിക്കുന്നു. അച്ഛൻ ഭാവന സമ്പന്നതയും ആലോചനാശേഷിയും വിജയശ്രീ ലാളിത്യവും ഒക്കെ പ്രകടിപ്പിച്ചിരുന്ന കാലത്തെക്കുറിച്ച് പഴയ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും കുറവ് ഇപ്പോൾ കണ്ടാൽ കുടുംബം അസന്തുഷ്ടമാകുന്നു. ഓക്കെ, അപ്പോൾ ടോമിൽ വായിച്ച നമ്മുടെ ബിഗ് ബുക്കിന്റെ തർജിമയാണ് മലയാളത്തിലേക്കുള്ളത്. ഇംഗ്ലീഷിന്റെ അതിന്റെ വിവരണത്തിലേക്കും കൂടി കടന്നു പോകാം. ദ ഫാമിലി ആഫ്റ്റർവേർഡ്, പിന്നീടുള്ള കുടുംബം. അപ്പോൾ റിക്കവറിയിലെത്തിയ ആൽക്കഹോളിക്കിന്റെ കുടുംബത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുക. അപ്പോൾ പറയാണ്, സം പാർട്ട്നേഴ്സ് ഓഫ് ആൽക്കഹോളിക്സ് ഹാവ് ഓഫേർഡ് അഡ്വൈസ് അബൌട്ട് ഹൗ ടു ട്രീറ്റ് എ ലവ്ഡ് വൺ ഹു ഈസ് റിക്കവറിങ്. അതായത് മോചനത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുന്ന ആൽക്കഹോളിക്സിന്റെ ഭാര്യമാരോട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോട് ചില ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. ദ ഡോണ്ട് ബിലീവ് സമ്മൺ ഹു ഈസ് റിക്കവറിങ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഇഫ് ദേ വെയർ വെരി ഡെലിക്കേറ്റ്. അതായത് അവര് ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ നൈർമല്യത്തോടു കൂടി കാത്തു സൂക്ഷിക്കേണ്ട ഒരു വളരെ ലോലമായി കാത്തു സൂക്ഷിക്കേണ്ട ഒരാളാണ് ഈ പറയുന്ന റിക്കവറിങ് ആൽക്കഹോളിക് എന്ന്, അല്ലെങ്കിൽ മോചനത്തിലേക്ക് നടന്നെടുക്കുന്ന ആൽക്കഹോളിക് എന്ന് അവർ വിചാരിക്കുന്നില്ല. ആൻഡ് ദേ ഓൾസോ ഷുഡ് ബി ട്രീറ്റഡ് ലൈക്ക് എ ഹീറോ, അല്ലെങ്കിൽ ഒരു നായകനെ പോലെ, അല്ലെങ്കിൽ യുദ്ധം ജയിച്ചു വന്ന നായകനെ പോലെ അയാളെ പരിഗണിക്കുന്നില്ല. ഹെൽപ്പിംഗ് എ പാർട്ട്ണർ ഗെറ്റ് യൂസ് ടു ലൈഫ് വിത്തൗട്ട് ആൽക്കഹോൾ മീൻസ് ഡൂയിങ് ദ ഓപ്പോസിറ്റ് ഓഫ് ദിസ്. അപ്പോൾ ഒരാൾ മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടാനായിട്ട് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ മദ്യത്തിൽ നിന്ന് മോചനം നേടിയ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരാൾ ഇതൊന്നും അല്ല ആഗ്രഹിക്കുന്നത്, ഇതിന്റെ എതിർവശമാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് അതെന്നുള്ളതാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. ഓൾ ഫാമിലി മെമ്പേഴ്സ് ഷുഡ് മീറ്റ് ഓൺ കോമൺ ഗ്രൗണ്ട് ആൻഡ് ആക്ട് വിത്ത് ടോളറൻസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലവ്. അതായത് കുടുംബാംഗങ്ങളെല്ലാവരും ഒരേ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവര് സഹനത്തിനും പരസ്പരം മനസ്സിലാക്കുന്നതിനും സ്നേഹത്തിലൂടെയും ആണ്. അല്ലെങ്കിൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പ്രാക്ടീസ് ഹ്യൂമിലിറ്റി, അല്ലെങ്കിൽ എളിമ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് ഫാമിലി മെമ്പേഴ്സ് എല്ലാം പരസ്പരം ബന്ധപ്പെടേണ്ടതാണ്. ദിസ് ക്യാൻ ബി ഹാർഡ്, ഇതൊരു പക്ഷേ ഇച്ചിരി കഠിനമാണ്. ദ ആൽക്കഹോളിക്, ദെയർ പാർട്ട്ണർ, ചിൽഡ്രൻ ആൻഡ് അതർ ഫാമിലി മെമ്പേഴ്സ് വിൽ ഈച്ച് ഹാവ് ദെയർ ഓൺ ഐഡിയാസ് അബൌട്ട് ഹൗ എവരി വൺ ഷുഡ് ആക്ട്. അതായത് മദ്യാസക്തനും അവന്റെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ ഭർത്താവിനും അല്ലെങ്കിൽ മക്കൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും അവരുടേതായ ചില സ്വന്തം ആശയങ്ങളുണ്ട്. എങ്ങനെയാണ് എല്ലാവരും പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് അവര് പെരുമാറേണ്ടതെന്ന് അവർക്ക് ചില ആശയങ്ങളുണ്ട്. ഈച്ച് പേഴ്സൺ ബിലീവ് ദെയർ ഐഡിയാസ് ആർ ദ റൈറ്റ് വൺസ്. അതായത് മദ്യാസക്തന്റെ ഭാര്യമാരും, അല്ലെങ്കിൽ മദ്യാസക്തയാണെങ്കിൽ ഭർത്താവും മക്കളും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളും അവർ വിചാരിക്കുന്നത് അവരുടെ ആശയമാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും ശരിയായതെന്നാണ്. ബട്ട് ഇഫ് വൺ ഫാമിലി മെമ്പർ മേക്സ് ദ റൂൾസ് ആൻഡ് എവരി വൺ എൽസ് ഫോളോ ദം, ദിസ് ലീഡ്സ് ടു റിസെന്റ്മെന്റ്. അതായത് ഏതെങ്കിലും ഒരു കുടുംബത്തിലെ അംഗം പെട്ടെന്ന് തന്നെ ഒരു ഒരു ഇതിലേക്ക് വരികയും ഒരു റൂൾസ്, അതല്ലെങ്കിൽ ഒരു നിയമസംഹിത ഉണ്ടാക്കിക്കൊണ്ട് ആ നിയമങ്ങളെല്ലാം, അതായത് ഇപ്പൊ ഫാമിലി മെമ്പർമാരായിട്ടുള്ള ആൽക്കഹോളിക്കോ പാർട്ട്ണറോ കുട്ടികളോ മറ്റ് അംഗങ്ങളോ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാക്കുകയും അത് എല്ലാവരും ഫോളോ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ദിസ് ലീഡ്സ് ടു റിസെന്റ്മെന്റ്, ഇത് നീരസത്തിലേക്ക് വഴിതെളിക്കും. സൂൺ എവരി വൺ ഈസ് അൺഹാപ്പി. അപ്പോൾ മദ്യാസക്തിയുടെ മോചനത്തിലേക്ക് നടന്നെടുക്കുന്ന മദ്യാസക്തനും കുട്ടികളും അല്ലെങ്കിൽ ഭാര്യമാരോ അല്ലെങ്കിൽ ഭർത്താവോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളായിക്കോട്ടെ, ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അതിനെ ഫോളോ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അത് നീരസത്തിലേക്ക് വഴിതെളിക്കും. അങ്ങനെ ആ കുടുംബം തികച്ചും അസന്തുഷ്ടിയുള്ള ഒരു കുടുംബമായി മാറും. വൈ? എന്തുകൊണ്ടാണത്? ഈസ് ഇറ്റ് ബിക്കോസ് ഈച്ച് പേഴ്സൺ വാണ്ട്സ് ടു ബി ദ ഡിസിഷൻ മേക്കർ? കാരണം ഇതിലെ ഓരോ അംഗങ്ങൾക്കും, മദ്യാസക്തനും മദ്യാസക്തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അവരാണ് ഡിസിഷൻ മേക്കർ, അല്ലെങ്കിൽ തീരുമാനമെടുക്കേണ്ടതെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. ഓർ ബിക്കോസ് ഈച്ച് പേഴ്സൺ ഈസ് ട്രൈങ് ടു കൺട്രോൾ ദ എൻറ്റയർ ഫാമിലി. കാരണം ഓരോരുത്തരും ശ്രമിക്കുന്നത് തന്റെ കുടുംബത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കാനാണ്. ഓർ ബിക്കോസ് വിത്തൗട്ട് റിയലൈസിങ് ഇറ്റ്, ചിലപ്പോൾ ഒരു പക്ഷെ ഇങ്ങനെ തിരിച്ചറിയാതെ തന്നെ അവരങ്ങനെ ശ്രമിക്കുന്നുണ്ട്, ഈ നിയന്ത്രണത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈച്ച് പേഴ്സൺ ഈസ് ട്രൈങ് ടു ടേക്ക് ഫ്രം ദ ഫാമിലി ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ടു ദി ഫാമിലി. അതായത്
നമ്മൾ എന്തെങ്കിലും ഫാമിലിയിലേക്ക് കൊടുക്കുന്നതിന് പകരം ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് സ്വീകരിക്കാനാണ് ഓരോ ആളുകളും ശ്രമിക്കുക. മദ്യാസക്തനായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, മറ്റു കുടുംബാംഗങ്ങളൊക്കെ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം ഇങ്ങോട്ട് എടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. When an alcoholic stop drinking, this is just the first step. ഒരു മദ്യാസക്തൻ കുടി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു പടി മാത്രമാണ്, ചെറിയ ഒരു നടപടി മാത്രമാണ്. They are just beginning to move away from a stressful, unusual, unhealthy way of behaving. അവര് അസന്തുഷ്ടിയുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത രീതിയിൽ നിന്ന് മറ്റൊരു ജീവിത രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പെരുമാറ്റത്തിലേക്ക് കടന്നു പോകാനായിട്ടുള്ള ഒരു തുടക്കം മാത്രമാണ്, ആദ്യത്തെ പടി മാത്രമാണ് മദ്യപാനം നിർത്തിവെക്കൽ. ഇറ്റ് ഈസ് ഹാർഡ്, ഇത് കഠിനമാണ്. ബട്ട് ഫാമിലീസ് മസ്റ്റ് ട്രൈ ടു ബി പേഷ്യന്റ് വിത്ത് ദി പ്രോസസ്. അപ്പോൾ കുടുംബാംഗങ്ങൾ തീർച്ചയായും ഇത്തരം മോചനത്തിന് ശ്രമിക്കുന്ന മദ്യാസക്തനോട് ക്ഷമാപൂർവം പെരുമാറേണ്ടതുണ്ട്. ഈ പ്രോസസ്സിൽ അവരൊരു ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. ഇത് കഠിനമാണെങ്കിൽ അവരതങ്ങനെ ചെയ്യേണ്ടതുണ്ട്. എ ഡോക്ടർ വൺസ് ടോൾഡ് അസ്, അതായത് ഡോക്ടർ സിൽക്വർത്ത് അത് പറഞ്ഞത്. ഡോക്ടർ എന്താണ് പറഞ്ഞത്? ഇയേഴ്സ് സ്പെൻഡ് ലിവിംഗ് വിത്ത് ആൻ ആൽക്കഹോളിക് വിൽ പ്രോബബ്ലി മേക്ക് ദെയർ പാർട്ട്നേഴ്സ് ആൻഡ് ചിൽഡ്രൻ ഫീൽ ആൻഷ്യസ് ആൻഡ് അൺസ്റ്റേബിൾ. അതായത് വർഷങ്ങളോളം ഒരു മദ്യാസക്തനോടൊപ്പം കഴിഞ്ഞ മക്കളും ഭാര്യമാരും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കുടിക്കുന്ന സ്ത്രീയാണെങ്കിൽ അവരുടെ ഭർത്താവും ഒക്കെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള വളരെ ഉത്കണ്ഠാകുലമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇൻ എ വേ ദ ഹോൾ ഫാമിലി സിക്ക്. ഇതിന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവരുടെ കുടുംബത്തിലെ എല്ലാവരും തന്നെ അസുഖബാധിതരാണ്. വി വാണ്ട് ഫാമിലീസ് റിയലൈസ് ദാറ്റ് ദ ജേർണി ദേ ആർ ടേക്കിംഗ് വോണ്ട് ഓൾവേസ് ഹാവ് സ്മൂത്ത് റോഡ്സ് ഫോർ ഗുഡ് വെദർ. അതായത് നല്ല അന്തരീക്ഷത്തിലൂടെ സമാധാനപൂർണമായിട്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ നൈർമല്യമുള്ള ഒരു റോഡിലൂടെ അല്ല അവർ സഞ്ചരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം, അതായത് മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്ര എന്ന് പറയുന്നത് അത്ര സ്മൂത്ത് ആയിരിക്കില്ല, നല്ല അന്തരീക്ഷമായിരിക്കില്ല എപ്പോഴും. അതാണ് കുടുംബാംഗങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഈച്ച് ഓഫ് ദം വിൽ ഫീൽ എക്സോസ്റ്റഡ് ഓർ ഫോൾ ബിഹൈൻഡ് ദ അതേഴ്സ്. പലപ്പോഴും ഈ പറയുന്ന ആളുകൾ പലപ്പോഴും വളരെ എക്സോസ്റ്റഡ് ആവുക സാധാരണമാണ്. അതായത് ക്ഷീണിതനാവുക, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരിക്കും മിക്കവാറും ആൽക്കഹോളിക് ആയിട്ടുള്ള ആള് മുന്നോട്ട് പോകുന്നത്. അറ്റ് ടൈംസ് ഈച്ച് ഓഫ് ദം ഫീൽ എക്സോസ്റ്റഡ് ഓർ ഫോൾ ബിഹൈൻഡ് അതേഴ്സ്. അവർ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ചാരി നിൽക്കുക സ്വാഭാവികമാണ്. ദേ വിൽ ടേക്ക് ഷോർട്ട് കട്ട്സ്. അവരെ ഊടുവഴികൾ തേടും. വാണ്ടർ ഓഫ്, അവർ അലഞ്ഞു നടക്കും. ആൻഡ് ലോസ് ദെയർ വേ. അവർ പലപ്പോഴും എന്താണ് യഥാർത്ഥ വഴി എന്ന് തിരിച്ചറിയാതെ അലഞ്ഞു നടക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ വഴി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് വി ഹാവ് സീൻ ദിസ് ഹാപ്പൻ. ഇങ്ങനെ സംഭവിക്കുന്നത് പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ കണ്ടിട്ടുണ്ട്. വി വാണ്ട് ടു ടെൽ ഫാമിലീസ് വാട്ട് ടു എക്സ്പെക്ട്. ഞങ്ങൾക്ക് കുടുംബാംഗങ്ങളോട് പറയേണ്ടത് അവരെന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. വി വിൽ ടെൽ യു, ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, അബൌട്ട് ദ ഒബ്സ്റ്റക്കിൾ യു വിൽ ഫൈൻഡ്, നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഈ ലക്ഷ്യങ്ങൾ, ആൻഡ് ഹൗ ടു അവോയ്ഡ് ദം, എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ഈ ഒബ്സ്റ്റക്കിൾ, പ്രത്യേകിച്ച് ഈ തടസ്സങ്ങൾ വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നത്. വി വിൽ ഈവൻ ടെൽ യു ഹൗ ടു യൂസ് ദോസ് ഒബ്സ്റ്റക്കിൾ ടു ലേൺ ഇമ്പോർട്ടൻറ്റ് ലെസൺ. ഇത്തരം തടസ്സങ്ങൾ, ഇത്തരം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഇത്തരം തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പാഠമാക്കി മാറ്റാൻ, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കാമെന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. വി നോ യു വാണ്ട് ടു ഫീൽ ഹാപ്പി ആൻഡ് സെക്യൂർ അഗൈൻ. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സന്തോഷത്തോടെയും സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. യു റിമെമ്പർ വെൻ യുവർ ആൽക്കഹോളിക് ഫാമിലി മെമ്പർ വാസ് ലവിങ്, തോട്ട്ഫുൾ ആൻഡ് സക്സസ്ഫുൾ. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ആൽക്കഹോളിക് ആയിട്ടുള്ള മദ്യാസക്തനായിട്ടുള്ള അംഗം തികച്ചും സ്നേഹസമ്പന്നനും ചിന്താപൂർണമായുള്ള വളരെ കഴിവുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയകരമായ കഴിവുള്ള ഒരാളാണ്. യു കമ്പയർ യുവർ ലൈഫ് ടുഡേ വിത്ത് യുവർ ലൈഫ് മെനി ഇയേഴ്സ് അഗോ ആൻഡ് ഫീൽ അൺഹാപ്പി ഇൻ ദ പ്രസന്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ പഴയകാല ജീവിതവും നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതവും തമ്മിലുള്ള കാര്യങ്ങളാണ്. ഹിയർ വാട്ട് യുവർ സിറ്റുവേഷൻ മൈറ്റ് ലുക്ക് ലൈക്ക്. നിങ്ങളുടെ ഇത്തരം സിറ്റുവേഷൻസ്, സാഹചര്യം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അതെങ്ങനെയാണെന്ന് താഴെ ഞങ്ങൾ വിവരിക്കാം. അടുത്ത് വായിക്കാവോ? സം കോമൺ ഫാമിലി റിയാക്ഷൻസ്. Some common family reactions.
കുടുംബത്തിന് അച്ഛനിലുള്ള വിശ്വാസം വളരെ വർദ്ധിക്കുന്നു. ഞങ്ങൾ സന്തുഷ്ടരായി കഴിഞ്ഞിരുന്ന പഴയ സുവർണകാലം ഉടനെ തിരിച്ചു വരുമെന്ന് അവർ കരുതുന്നു. ചിലപ്പോൾ അച്ഛൻ ഇപ്പോൾ തന്നെ അവയെല്ലാം തിരിച്ചു കൊണ്ടുവരണമേ എന്ന് അവർ ശഠിക്കുന്നു. ദേവഗത്യ അവർ വിശ്വസിക്കുന്നത് പണ്ട് മുതലേ തങ്ങൾക്ക് തന്നു തീർക്കപ്പെടാനിടയുള്ള ഒരു കടം വീട്ടൽ എന്ന നിലയ്ക്ക് അച്ഛൻ തങ്ങൾക്ക് നൽകേണ്ട ഒരു പ്രതിഫലമാണിതെന്നാണ്. പക്ഷേ കുടുംബത്തലവനാകട്ടെ തുലഞ്ഞ ബിസിനസ് ഇടപാടുകളിലൂടെയും സ്ത്രീ സംസർഗത്തിലൂടെയും സൗഹൃദ ബന്ധങ്ങളിലൂടെയും മോശമായ ആരോഗ്യാവസ്ഥയിലൂടെയും കുറെ വർഷങ്ങളായി കടന്നു പോരുകയായിരുന്നു. മേൽ പറഞ്ഞവരൊക്കെ തകർച്ച സംഭവിക്കുകയോ കേടുപറ്റുകയോ ഒക്കെ ചെയ്തിരിക്കാം. ഈ നാശങ്ങളൊക്കെ ശരിപ്പെടുത്തുന്നതിന് കുറച്ച് സമയമെടുക്കും. പഴയ കെട്ടിടങ്ങൾ പുതുക്കി വെക്കുന്നതിന് വേണ്ടി സ്ഥാനഭ്രഷ്ടമാക്കപ്പെട്ടാമെങ്കിലും പുതിയ കെട്ടിടങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വർഷങ്ങൾ തന്നെ എടുക്കും. അച്ഛനറിയാം തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നില പുനഃസ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കാലം കഠിനാധ്വാനം ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നേക്കാം. പക്ഷേ യാതൊരു കാരണവശാലും അദ്ദേഹം മറ്റുള്ളവരാൽ അധിക്ഷേപിക്കപ്പെടരുത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണ്ടത്ര പണം ഉണ്ടാക്കാൻ കഴിയുകയില്ലായിരിക്കാം. പക്ഷേ ബുദ്ധിപൂർവ്വം നീങ്ങുന്ന ഒരു കുടുംബം അയാൾ എന്ത് നേടുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതിനേക്കാൾ അയാൾ എന്തായി തീരുവാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യത്തിന് പ്രാധാന്യം നൽകും. ഇടയ്ക്കിടയ്ക്കുള്ള കഴിഞ്ഞ കാലത്തിന്റെ ഭൂതങ്ങൾ കുടുംബത്തിൽ ആവേശിക്കപ്പെടാം. കാരണം ഓരോ ആൽക്കഹോളിക്കിന്റെയും കുടിയുടെ ചരിത്രത്തിലും തമാശകൾ നിറഞ്ഞ, അപമാനകരമായ, നാണക്കേടുണ്ടാക്കുന്ന, ദാരുണമായ, ദ്രോഹകരമായ സാഹസിക കർമ്മങ്ങൾ നിരവധി ഉണ്ടാകും. ഈ വക കാര്യങ്ങളുടെയൊക്കെ അസ്ഥികൂടം ഒരു ഇരുട്ടറയിൽ അടച്ച് വാതിൽ മുദ്രവെക്കുക എന്നുള്ളതിനായിരിക്കും ആദ്യത്തെ വെമ്പൽ. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള മറവിയുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഭാവിയിൽ സന്തുഷ്ടി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് കരുതുന്നവരായിരിക്കണം കുടുംബങ്ങൾ. ഞങ്ങൾക്ക് തോന്നുന്നത് അത്തരമൊരു വീക്ഷണം സ്വാർത്ഥനിഷ്ഠമാണെന്നും അമിത മദ്യപാന രോഗിയുടെ പുതിയ ജീവിത രീതിയുമായി പൊരുത്തപ്പെട്ടു പോകാത്തതാണെന്നും ആണ്. ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യം അനുഭവമാണ് എന്ന അർത്ഥത്തിൽ ഹെൻറി ഫോർഡ് ഒരിക്കൽ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. ഒരുവൻ ഭൂതകാലത്തെ നല്ല കാര്യങ്ങളിലേക്ക് മാത്രം തിരിച്ചു വെക്കുകയാണെങ്കിൽ മാത്രമേ ഇത് സത്യമാവുകയുള്ളൂ. സ്വന്തം തെറ്റുകളെ അഭിമുഖീകരിക്കുവാനും തിരുത്തുവാനും അവയെ നേട്ടങ്ങളാക്കി മാറ്റുവാനും ആഗ്രഹിക്കുന്നതിലൂടെയാണ് നാം വളരുന്നത്. അമിത മദ്യപാന രോഗിയുടെ കഴിഞ്ഞ കാലം അങ്ങനെ കുടുംബത്തിന്റെ പ്രധാന നേട്ടമായി മാറുന്നു. എപ്പോഴും അതൊന്നും മാത്രമേ ഉള്ളൂ താനും. ഇപ്പോഴും അവരുടെ പ്രശ്നങ്ങളുമായി മല്ലടിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ വേദന നിറഞ്ഞ കഴിഞ്ഞ കാലം അങ്ങേയറ്റം വിലയുള്ളതാണ്. ആശ്വാസം കണ്ടെത്തിയ ഓരോ കുടുംബവും അതിന് കഴിഞ്ഞിട്ടില്ലാത്ത കുടുംബങ്ങളോട് കടപ്പാടുള്ളവരാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. അത്തരം കുടുംബത്തിലെ ഓരോ അംഗവും തങ്ങളുടെ പഴയ തെറ്റുകൾ അവ എത്ര ഗുരുതരമായവയാണെങ്കിൽ കൂടിയും വെളിപ്പെടുത്താൻ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. ഇപ്പോഴും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് എങ്ങനെയാണ് സഹായം കിട്ടിയിരുന്നത് എന്ന കാര്യം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജീവിതം പ്രയോജനപ്രദമായി മാറുന്നതിന്റെ ഏക കാര്യം. ദൈവകരങ്ങളിലിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ കൈമുതൽ നിങ്ങളുടെ ഇരുണ്ട ഭൂതകാലമാണ് എന്ന ചിന്തയെ മുറുകെ പിടിക്കുക. മറ്റുള്ളവരുടെ സന്തോഷത്തിനും ജീവിതത്തിനുമുള്ള താക്കോലാണിത്. അതുപയോഗിച്ച് നിങ്ങൾ അവരുടെ ദുരിതങ്ങളും മരണവും തടഞ്ഞു നിർത്താം. കഴിഞ്ഞ കാലങ്ങളിലേക്കുള്ള ദുശ്ചെയ്തികളെ ചികഞ്ഞ് പുറത്തെടുക്കുക എന്നത് എളുപ്പം സാധിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും പ്ലേഗ് പോലെയോ മറ്റു തരത്തിലുള്ള മാരകരോഗം പോലെയോ ആയിത്തീരുന്നു. ഉദാഹരണത്തിന് ഒരു പ്രത്യേക സാഹചര്യം തന്നെ എടുക്കാം. അമിത മദ്യപാന രോഗിക്കോ അയാളുടെ ഭാര്യയ്ക്കോ എന്തെങ്കിലും അവിഹിത പ്രേമ ബന്ധങ്ങൾ ഉണ്ടായെന്നിരിക്കാം. അവർക്കുണ്ടായ ആത്മീയ ഉണർവിന്റെ ആദ്യ സ്ഫുരണത്തിൽ തന്നെ അവർ പരസ്പരം മാപ്പ് കൊടുക്കുകയും കൂടുതൽ അടുക്കുകയും ചെയ്തിരിക്കാം. പരസ്പരമുള്ള പൊരുത്തപ്പെടലിന്റെ മായാജാലം അവർ കൈയെത്തിപ്പിടിച്ചിട്ടുണ്ടാവാം. അപ്പോഴായിരിക്കാം പെട്ടെന്നുണ്ടാവുന്ന ഒരു പ്രകോപനത്തിൽ പ്രേരിതമായി സങ്കടത്തിലേർപ്പെടുന്ന ആൾ പഴയ കാര്യം പുറത്തെടുത്ത് കോപാകുലരായി അതിന്റെ ചാരം ചുറ്റുപാടും വിതറുന്നത്. നിങ്ങളിൽ ചിലർക്കൊക്കെ ഈ തീവ്രവേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാകട്ടെ വളരെയേറെ മുറിപ്പെടുത്തുന്നതുമായിരുന്നു. പുതിയൊരു കാഴ്ചപ്പാടും മുറിവേറ്റപ്പെട്ട അഭിമാനത്തിന് പരിഹാരം കണ്ട് അതിന്മേൽ ഒരു വിജയവും ഉണ്ടാകുന്നതുവരെ ഭാര്യയും ഭർത്താവും കുറെ നാളേക്ക് പിരിഞ്ഞിരിക്കാൻ വളരെ നിർബന്ധിതരായി തീർന്നിട്ടുണ്ട്. മിക്കവാറും കേസുകളിൽ അമിത മദ്യപൻ വീണ്ടും കുടിയിൽ ചെന്നു ചാടാതെ ഈ അഗ്നി പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കാറുമുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കരുതുന്നത് എന്തെങ്കിലും ഒരു നല്ലതോ പ്രയോജനപ്രദമോ ആയ കാര്യം സാധിക്കുമെങ്കിലല്ലാതെ കഴിഞ്ഞകാല സംഭവങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് എന്നാണ്. താങ്ക് യു. അപ്പം നമ്മളോട് ആദ്യമേ ഈ ഫാമിലിയിലെ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ബുക്കില് സം കോമൺ ഫാമിലി റിയാക്ഷൻസ്, അതായത് ആൽക്കഹോളിക്കിനോട് കുടുംബാംഗങ്ങള് പെരുമാറാറുള്ള അല്ലെങ്കിൽ പെരുമാറുന്ന ചില കാര്യങ്ങൾ, സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്. സം കോമൺ ഫാമിലി റിയാക്ഷൻസ് എന്ന ഹെഡിങ്ങിൽ. അപ്പൊ ദ ഫാമിലി ഫീൽസ്
മോർ ആൻഡ് മോർ കോൺഫിഡന്റ് അബൌട്ട് ഡാറ്റ്സ് റിക്കവറി. അതായത് കുറച്ചു കാലം കുടിക്കാതിരിക്കുന്ന ആൽക്കഹോളിക്കിനോട് ഒരു കൂടുതൽ വിശ്വാസങ്ങൾ, ഒരു അമിത വിശ്വാസം കുടുംബാംഗങ്ങൾക്ക് വരും. ദ ഗുഡ് ഓൾഡ് ഡേയ്സ് വിൽ ബി ബാക്ക് സൂൺ. അവർ ചിന്തിക്കുന്നത് പഴയ ആ ഒരു ജീവിതകാലം അല്ലെങ്കിൽ ഡാഡി കുടിക്കാതിരുന്ന കാലത്തേക്ക് നമ്മൾ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോകും. സംടൈംസ് ദേ ട്രൈ ടു ഫോഴ്സ് ഡാഡി ടു ബി ഹിസ് ഓൾഡ് സെൽഫ്. അതായത് പഴയ കാലത്ത് എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ പെരുമാറാൻ അവരൊരു പക്ഷേ ഡാഡിയെ അല്ലെങ്കിൽ അച്ഛനെ അല്ലെങ്കിൽ അപ്പച്ചനെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിളിക്കുന്നത്, അപ്പൊ അവരെ ഫോഴ്സ് ചെയ്യും. ദേ ഫീൽ ഗോഡ് ഓവ്സ് ദം ദിസ്. അതായത് അവർ ചിന്തിക്കുന്നത് ദൈവം ഇതിന് വേണ്ടിയിട്ട് കടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് ഇതിന് ദൈവം ഇങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ദൈവം അങ്ങനെ ചെയ്യാനായിട്ട് ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ദേ ആർ ഡ്യൂ ഫോർ സം ഗുഡ് ഈസി ടൈംസ് അഗെയിൻ. ചില നല്ല സമയങ്ങൾ, വളരെ അനായാസകരമായ ചില സമയങ്ങൾ നമ്മൾക്ക് വേണ്ടി ദൈവം തരേണ്ടതുണ്ട്. ബട്ട് ഡാഡ് ഹാസ് സ്പെൻഡ് ഇയേഴ്സ് ആക്ടിങ് ഇൻ വേസ് ദാറ്റ് ഡാമേജ്ഡ് ഹിസ് കരിയർ, മാരേജ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഹെൽത്ത്. പക്ഷേ യഥാർത്ഥത്തിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള അംഗം അവന്റെ ആരോഗ്യം, അവന്റെ കൂട്ടുകെട്ട്, അവന്റെ വിവാഹം, അവന്റെ ജോലി പോലും നാശത്തിൽ എത്തിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അവൻ പെരുമാറിയിട്ടുള്ളത്. ദിസ് തിങ്സ് ആർ ഓൾ റൂയിനഡ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം നശിച്ചു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഏകദേശം നശിച്ച അവസ്ഥയിൽ തന്നെ ആയിരിക്കാം. ഇറ്റ് വിൽ ടേക്ക് ടൈം ടു ക്ലിയർ അവേ ദ ട്രബിൾ. അപ്പൊ ഇത്തരം മാലിന്യങ്ങൾ മായാനായിട്ട് അല്ലെങ്കിൽ മാച്ചു കളയാനായിട്ട് കുറച്ച് സമയമെടുക്കും. ദ പ്രോസസ് ഇസ് ലൈക്ക് റീബിൽഡിങ് എ സിറ്റി. ഇത് യഥാർത്ഥത്തിൽ ഒരു സിറ്റി, ഒരു നശിച്ചു പോയ ഒരു നഗരം പുനഃസൃഷ്ടിക്കുന്നത് പോലെ തന്നെയാണ്. ഓൾഡ് ബിൽഡിങ്സ് വിൽ ഇവൻച്വലി ബി റീപ്ലേസ്ഡ് ബൈ ബ്യൂട്ടിഫുൾ ന്യൂ വൺസ്. അതായത് പഴയ നശിച്ച ബിൽഡിങ്ങുകൾ പെട്ടെന്ന് തന്നെ മനോഹരമായ ബിൽഡിങ്ങുകളായിട്ട് പുതുക്കി പണിയും. ബട്ട് ദോസ് ന്യൂ ബിൽഡിങ്സ് വിൽ ടേക്ക് ഇയേഴ്സ് ടു കംപ്ലീറ്റ്. പക്ഷേ ഇത്തരം നഗരങ്ങൾ വീണ്ടും പുനഃസൃഷ്ടിക്കുന്നതിന്, ഇപ്പൊ നമ്മൾ യുദ്ധം വ്യാപിച്ചു കിടക്കുന്ന നഗരങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ അതിന് സമയമെടുക്കും, വർഷങ്ങളെടുക്കും. ഡാഡ് നോസ് ദിസ് ഇസ് ഹിസ് ഫോൾട്ട്. അതായത് അച്ഛന്, കുടുംബാംഗത്തിന് അല്ലെങ്കിൽ കുടുംബത്തിന്റെ നായകന് അറിയാം അത് അവന്റെ തെറ്റാണ്. ഇറ്റ് മേ ടേക്ക് ഹിം മെനി മന്ത്സ് ഓഫ് ഹാർഡ് വർക്ക് ടു ചേഞ്ച് ഹിസ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. അതായത് അവന്റെ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാറ്റം വരാനായിട്ട് ധാരാളം മാസങ്ങൾ, മെനി മന്ത്സ് ടു ഹാർഡ് വർക്ക്, ചിലപ്പോൾ ധാരാളം മാസങ്ങളിലെ കഠിനാധ്വാനം ആവശ്യമായി വരും. ബട്ട് നോ വൺ ഷുഡ് ക്രിട്ടിസൈസ് ഓർ ബ്ലെയിം ഹിം. ഒരാൾ പോലും അവനെ വിമർശിക്കാനോ അവനെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനോ പോകുന്നില്ല. ഹി മേ നെവർ ഹാവ് മച്ച് മണി അഗെയിൻ. ഒരു പക്ഷേ അവന്റെ കയ്യിൽ ധാരാളം പണം വീണ്ടും കൈവന്നിരിക്കില്ല. ബട്ട് എ വൈസ് ഫാമിലി വിൽ അഡ്മയർ ഹിം ഫോർ ട്രൈങ് റാദർ ദാൻ ഫോക്കസിങ് ഓൺ വാട്ട് ഹി ഈസ് ട്രൈങ് ടു ഫിക്സ്. അതായത് യഥാർത്ഥത്തിലുള്ള ഒരു വളരെ വിജ്ഞാനമുള്ള ഒരു കുടുംബത്തിലെ ആളുകൾ എന്ത് ചെയ്യും? അവനെ അഡ്മയർ ചെയ്യും, അവന്റെ അംഗീകരിക്കും. അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് പരിശ്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ മദ്യപാനം നിർത്താൻ അവൻ ചെയ്യുന്ന പല കാര്യങ്ങളും, അവന്റെ പരിശ്രമങ്ങളോട് നമ്മൾ ഒരു അഡ്മയർ അല്ലെങ്കിൽ ഒരു ആദരം പുലർത്തും. റാദർ ദാൻ ഫോക്കസിങ് ഓൺ വാട്ട് ഹി ഈസ് ട്രൈങ് ടു ഫിക്സ്. മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നതിനേക്കാൾ, അവന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഫിക്സ് ചെയ്യുന്നതിനേക്കാൾ, അവന്റെ ആരോഗ്യം ഫിക്സ് ചെയ്യുന്നതിനേക്കാൾ, അവന്റെ കൂട്ടുകെട്ട് ഫിക്സ് ചെയ്യുന്നതിനേക്കാൾ, അവന്റെ കരിയർ ഫിക്സ് ചെയ്യുന്നതിനേക്കാളൊക്കെ, അല്ലെങ്കിൽ വിവാഹത്തിലെ പ്രശ്നങ്ങൾ ഫിക്സ് ചെയ്യുന്നതിനേക്കാളൊക്കെ അവന്റെ ഈ മദ്യപാനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനുള്ള അവന്റെ പരിശ്രമങ്ങളെ ആദരിക്കും. സംടൈംസ് ദ ഫാമിലി വിൽ ഫീൽ ലൈക്ക് ഗോസ്റ്റ് ഫ്രം ദ പാസ്റ്റ് ആർ ഹണ്ടിങ് ദം. അതായത് പലപ്പോഴും കുടുംബത്തിലെ അംഗങ്ങൾ ചിന്തിക്കുന്നത് പഴയ ഭൂതം വീണ്ടും നമ്മളെ വേട്ടയാടുന്നതായി അവർ ചിന്തിക്കും. ദിസ് ഈസ് നോർമൽ. ഇതൊരു സാധാരണ മാത്രമാണ്. എവരി ആൽക്കഹോളിക്സ് ഡ്രിങ്കിങ് കരിയർ ഇൻക്ലൂഡ്സ് മെമ്മറബിൾ സിറ്റുവേഷൻസ്. അതായത് ഓരോ ആൽക്കഹോളിക്കിന്റെയും അവന്റെ കുടി ജീവിതത്തിൽ പല ഓർമ്മപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാം. സം ഓഫ് ദം ആർ ഫണ്ണി. ചിലത് ചിരിക്കാനുള്ളതാണ്, എംബാരസിങ്, നാണക്കേടുണ്ടാക്കുന്നതാണ്, ഷെയിംഫുൾ, വളരെയധികം അപമാനം ഉണ്ടാക്കുന്നതാണ്, ഓർ ട്രാജിക്, ചിലപ്പോൾ ദുരിതം വരുന്നതാണ്. ഇറ്റ്സ് എ ടെംപ്റ്റിംഗ് ടു ബറി ദിസ് സ്കെൽട്ടൺ ഇൻ എ ഡാർക്ക് ക്ലോസറ്റ് ആൻഡ് ലോക്ക് ദ ഡോർ. പലപ്പോഴും ഇത്തരം സ്കെൽട്ടനുകൾ അല്ലെങ്കിൽ ഓർമ്മയുടെ ഇത്തരം ഓർമ്മകൾ ഏതെങ്കിലും ക്ലോസറ്റിൽ വെച്ചിട്ട് ലോക്ക് പൂട്ടുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് ടെംപ്റ്റ് ചെയ്യും, നമ്മൾ പ്രലോഭിപ്പിക്കും. ദ ഫാമിലി മേ തിങ്ക് ദാറ്റ് ഫ്യൂച്ചർ ഹാപ്പിനെസ്
can only exist if the past is forgotten. ഫാമിലി അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ചിന്തിക്കുന്നത് പലപ്പോഴും പഴയകാല ഈ തരം ഓർമ്മകളെ മറക്കേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം വരികയുള്ളൂ എന്നാണ് ഫാമിലി ഒരുപക്ഷെ ചിന്തിക്കുക. വി തിങ്ക് ദിസ് ഈസ് റോങ്. ഞങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ ചിന്തിക്കുന്നത് ഇത് തികച്ചും തെറ്റാണ്. സംടൈംസ് ഇറ്റ്സ് ദ ഓൺലി വാല്യുബിൾ ദിസ് ബിലീഫ് ഈസ് സെൽഫ് സെൻറ്റേഡ്. ഇത്തരം ചിന്തകൾ സ്വയം സെൽഫ് സെൻറ്റേഡ് ആണ്, അല്ലെങ്കിൽ സ്വയം സ്വാർത്ഥപരമായിട്ടുള്ള അല്ലെങ്കിൽ അവനവനിലേക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരണം മാത്രമാണ്. ആൻഡ് ഗോസ് അഗെയിൻസ്റ്റ് ഡാഡ്സ് ന്യൂ വേ ഓഫ് ലിവിങ്. അതായത് മദ്യാസക്തനായ അച്ഛൻ്റെ പുതിയ ജീവിതത്തിലേക്കുള്ള പുതിയ ജീവിത വഴിയിലേക്കുള്ള തടസ്സം സൃഷ്ടിക്കാൻ മാത്രമേ അത് പ്രയോജനം ചെയ്യുകയുള്ളൂ. ഹെൻറി ഫോർഡ്, ദ ഫൗണ്ടർ ഓഫ് ഫോർഡ് മോട്ടോഴ്സ്, അതായത് ഹെൻറി ഫോർഡ് എന്ന് പറഞ്ഞാൽ ഫോർഡ് മോട്ടോഴ്സിന്റെ സ്ഥാപകൻ, ഇങ്ങനെ വൺസ് മേഡ് എ വൈസ്ഡ് ഒബ്സർവേഷൻ. ഒരു സമയത്ത് വളരെ വിജ്ഞാനപരമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തി, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം നടത്തി. ഹി പോയിന്റഡ് ഔട്ട് ദാറ്റ് എക്സ്പീരിയൻസ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ്സ് ഇൻ ലൈഫ്. അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഏറ്റവും വിലയേറിയ വസ്തു. ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ വസ്തു എന്ന് പറയുന്നത് അനുഭവങ്ങളാണ്. വി തിങ്ക് ദാറ്റ്സ് ട്രൂ. ഞങ്ങൾ വിചാരിക്കുന്നത് അത് ശരിയാണ്. ബട്ട് ഓൺലി ഇഫ് വി ആർ വില്ലിംഗ് ടു അക്സെപ്റ്റ് വാട്ട് വി ആർ ഡൺ ഇൻ ദ പാസ്റ്റ്. പക്ഷേ എപ്പോഴാണ് അത് വാല്യുബിൾ ആയിട്ട് മാറുന്നത്? നമ്മൾ ചെയ്തു പോയ കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ അത് വാല്യുബിൾ ആയിട്ട് മാറുന്നുള്ളൂ. വി ഓൺലി ഗ്രോ ഇഫ് യു ആർ വില്ലിംഗ് ടു ഫേസ് ആൻഡ് ഫിക്സ് അവർ മിസ്റ്റേക്സ്. അതായത് നമ്മൾ എപ്പോഴാണ് വളരുന്നത്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതിനെ ഫേസ് ചെയ്യുമ്പോഴും അതിനെ ഫിക്സ് ചെയ്യുമ്പോഴും മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാകുന്നുള്ളൂ. ആൻഡ് ട്രാൻസ്ഫോം ദം ഇൻ ടു സ്ട്രെങ്ത്. അങ്ങനെ ചെയ്താൽ മാത്രമേ അത് ഒരു ശക്തിയിലേക്ക്, ഒരു ട്രാൻസ്ഫോം ദം ടു സ്ട്രെങ്ത്, ഒരു ശക്തിയിലേക്ക് മാറ്റപ്പെടുന്നുള്ളൂ, വ്യതിയാനം സംഭവിക്കുന്നുള്ളൂ. നമുക്കറിയാം, സ്റ്റെപ്പ് 10 നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതായത് തെറ്റ് ചെയ്യുമ്പോഴല്ല ഉടനെ സമ്മതിക്കുകയും നമ്മൾ ക്ഷമ അല്ലെങ്കിൽ പരിഹാരം കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നത്. പ്രോംപ്റ്റ്ലി അഡ്മിറ്റഡ് ഇറ്റ്, ഉടനെ സമ്മതിക്കുക എന്നുള്ള വാക്കാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുക. അപ്പോൾ അതൊരു സ്റ്റെപ്പ് 10 പ്രാക്ടീസിന്റെ ഒരു പ്രിൻസിപ്പിൾ കൂടിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അടുത്ത വരി, ബിക്കോസ് ഓഫ് ദിസ്, ഈ കാരണത്താൽ ആൻ ആൽക്കഹോളിക്സ് പാസ്റ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ്സ് ദേ ഹാവ് ഗിവ് ടു ദെയർ ഫാമിലി. അതുകൊണ്ട് തന്നെ ഇത്തരം അനുഭവങ്ങൾ ഒരു ആൽക്കഹോളിക്കിന്റെ ഭൂതകാലം അദ്ദേഹത്തിന്റെ ഏറ്റവും വിലയേറിയ വസ്തുക്കളാണ് അതെന്ന് ടു ഗിവ് ദെയർ ഫാമിലി. സംടൈംസ് ഇറ്റ്സ് ദ ഓൺലി വാല്യുബിൾ തിങ്സ് ദേ ഹാവ് ടു ഗിവ്. അപ്പോൾ ഇത്തരം പഴയകാല അനുഭവങ്ങൾ ചില സമയങ്ങളിൽ വളരെ വിലയേറിയ വസ്തുക്കളാണ്. അത് മാത്രമേ ചിലപ്പോൾ അവന് കൊടുക്കാൻ കഴിയുകയുള്ളൂ. വൺ ആൽക്കഹോളിക്സ് പെയിൻഫുൾ പാസ്റ്റ്, ഒരു പക്ഷെ വേദനിപ്പിക്കുന്ന ഈ ഭൂതകാലം ക്യാൻ ഈവൻ ഹെൽപ്പ് ദ ഫാമിലീസ് ഓഫ് അതർ ആൽക്കഹോളിക്സ്, ഒരു പക്ഷേ മറ്റ് മദ്യാസക്തരായ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെ സഹായിക്കാൻ അവൻ ഉപയോഗിക്കും. വി തിങ്ക് ദാറ്റ് ഈച്ച് ഫാമിലി ദാറ്റ് ഹാസ് എക്സ്പീരിയൻസ്ഡ് ബി റിലീഫ് ഓർ സംതിങ് ടു ദ ഫാമിലി സ്റ്റിൽ സഫറിങ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നത് ഓരോ കുടുംബാംഗങ്ങളുടെയും അനുഭവങ്ങൾ മറ്റ് റിലീഫ് ഓഫ് സംതിങ് ടു ദ ഫാമിലി സ്റ്റിൽ സഫറിങ്, ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന, ഇപ്പോഴും ഇത്തരം അസുഖബാധിതരായ ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നൽകാനായിട്ട് ഒരു കടമായിട്ട് ഇത് നമ്മുടെ കയ്യിലിരിക്കും. അവർക്ക് കൊടുക്കാനായിട്ടുള്ള കടമായിട്ട് നമ്മുടെ കയ്യിലിരിക്കും. ഇഫ് ദ ടൈം കംസ്, സമയം വരുമ്പോൾ, ഈച്ച് ഫാമിലി മെമ്പേഴ്സ്, ഓരോ കുടുംബാംഗങ്ങളും മസ്റ്റ് ബി വില്ലിംഗ് ടു ടോക്ക് അബൌട്ട് മിസ്റ്റേക്സ് ഓപ്പൺലി ആൻഡ് ഹോണസ്റ്റ്ലി. പലപ്പോഴും ഈ പറയുന്ന തെറ്റുകൾ തുറന്ന് സമ്മതിക്കുകയും സത്യസന്ധതയോടുകൂടി ഏറ്റുപറയുകയും ചെയ്യാനായിട്ട് തയ്യാറാകും. ഷോയിങ് അതേഴ്സ് ഹൗ വി ആർ ഹെൽപ്ഡ്, അതായത് ഞങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ സഹായിക്കപ്പെട്ടത്. ഈസ് വാട്ട് മേക്സ് ലൈഫ് സീം വർത്ത് വൈൽ നൗ. എങ്ങനെയാണ് നമ്മൾ സഹായിക്കപ്പെട്ടത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ വളരെയധികം വിലയേറിയതായത് എന്ന് അവർ കാണിച്ചു കൊടുക്കും. വി റിമെമ്പർ ദാറ്റ്, നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് അവർ ഹയർ പവർ, നമ്മളുടെ ഉന്നത ശക്തിയുടെ സഹായത്താൽ. അവർ ഡാർക്ക് പാസ്റ്റ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ പൊസഷൻസ് വി ഹാവ്. നമ്മളുടെ ഇരുണ്ട ഭൂതകാലമാണ് നമ്മളുടെ മോസ്റ്റ് വാല്യുബിൾ പൊസഷൻസ്, നമുക്ക് ഉള്ള ഏറ്റവും അമൂല്യമായിട്ടുള്ള വസ്തു നമ്മുടെ കയ്യിലുള്ളത്. ഇറ്റ്സ് ദ കീ ടു ലൈഫ് ആൻഡ് ഹാപ്പിനെസ് ഓഫ് അതർ പീപ്പിൾ. ഇത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിൽ സന്തോഷം വരുത്താനുള്ള താക്കോലാണ്. വിത്ത് ഇറ്റ്, ഇതുകൊണ്ട് വി ക്യാൻ പ്രിവെന്റ് മിസറി ഫോർ ദം. നമുക്ക് അവരുടെ ജീവിതത്തിലെ
മിസറി അല്ലെങ്കിൽ അവർക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു പുതിയ ജീവിതത്തിലേക്ക് തുറക്കാൻ കഴിയും. വി മേ ഈവൻ പ്രിവെന്റ് ഡെത്ത് ഫോർ ദം വിത്ത് അവർ സ്റ്റോറീസ്. അപ്പം നമ്മളുടെ കഥകളിലൂടെ അവരുടെ മരണത്തെ പോലും നമുക്ക് തടയാൻ കഴിയും. അപ്പം നമ്മുടെ കഥകളാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കീ. അവരുടെ ജീവിതത്തിൽ സന്തോഷം വരുത്താനുള്ള വാതിൽ തുറക്കുന്നതിനുള്ള കീ ആണത്. ഇറ്റ്സ് പോസിബിൾ ടു ഡിഗ് അപ്പ് പാസ്റ്റ് മിസ്റ്റേക്സ് ആൻഡ് ടേൺ ദം ഇൻ ടു പ്രസന്റ് ആൻഡ് ഹാപ്പിനെസ്. ഇത് വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പഴയകാല തെറ്റുകൾ ഡിഗ് ചെയ്യുക അല്ലെങ്കിൽ കുഴിച്ചെടുക്കുക, ആൻഡ് ഇന്നത്തെ കാലത്ത് അത് വീണ്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് അൺഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷമില്ലായ്മ വരുത്തുക സാധ്യതയുള്ള കാര്യമാണ്. സം സ്റ്റോറീസ് ആൻഡ് എക്സ്പീരിയൻസ് ക്യാൻ ബിക്കം സോ പെയിൻഫുൾ. പലപ്പോഴും പല കഥകളും പല അനുഭവങ്ങളും വളരെയധികം വേദന ഉളവാക്കുന്നത്. ദേ ഫീൽ ലൈക്ക് എ പ്ലേഗ് വി കനോട്ട് എസ്കേപ്പ്. അത് ചില സമയത്ത് പ്ലേഗ് പോലെയാണ്, നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണത്തിന്, സംടൈംസ് ദ ആൽക്കഹോളിക് ഓർ ദെയർ പാർട്ണർ ഹാവ് ഹാഡ് ലവ് അഫെയർസ്. ഒരു പക്ഷേ ആൽക്കഹോളിക്കിനോ അല്ലെങ്കിൽ അവന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ മറ്റൊരാളുമായിട്ട് ചില സ്നേഹബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇൻ ദ ഫാസ്റ്റ് റഷ് ഓഫ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് in the first rush of spiritual experience, they may forgive each other. ആദ്യ സമയത്തെ ആത്മീയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആത്മീയ ഉണർവിന്റെ അടിസ്ഥാനത്തിൽ അവർ പരസ്പരം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം ക്ഷമിച്ചിട്ടുണ്ടാകാം. ഇറ്റ് ഫീൽസ് ലൈക്ക് എ മിറാക്കിൾ. ഇതൊരു അത്ഭുതകരമാണ്. ബട്ട് ദെൻ വെൻ സം അതർ ആർഗ്യുമെന്റ് ഓർ കോൺഫ്ലിക്ട് കം അപ്പ്, പക്ഷേ മറ്റ് ചില തർക്കങ്ങൾ, ചില കുഴപ്പങ്ങൾ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയത്ത് വൺ ഓഫ് ദം വിൽ ബ്രിങ് അപ്പ് ദ അഫെയർ. ആരെങ്കിലും ഒരാൾ ഇത്തരം പഴയകാല ഒരു ബന്ധത്തെ പറ്റി പറയാനായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ദ യൂസ് ഇറ്റ് ആസ് ഫ്യൂവൽ ഓർ അമ്യുനേഷൻ. അതായത് ഇത് അത്തരം സാഹചര്യത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു ഇന്ധനമായിട്ടോ ആയുധമായിട്ടോ അവർ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ദേ യൂസ് ഇറ്റ് ടു ഹർട്ട് ദെയർ പാർട്ണർ ആസ് മച്ച് ആസ് ദേ ക്യാൻ. അത് ഒരു വെപ്പണായിട്ട് അല്ലെങ്കിൽ ഒരു ആയുധമായിട്ട് തൻ്റെ പങ്കാളിയെ മുറിപ്പെടുത്തുന്നതിനും ഉപദ്രവിക്കുന്നതിനുള്ള ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എ ഫ്യൂ ഓഫ് us have had this experience and they hurt us terribly. ഇത്തരം അനുഭവങ്ങളുള്ള ധാരാളം ആളുകൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അത് അവരെ വല്ലാതെ മുറിപ്പെടുത്തി, വേദനപ്പെടുത്തി. പാർട്ട്നേഴ്സ് ഹാവ് സംടൈംസ് സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. ചില സമയങ്ങളിൽ പാർട്ട്നേഴ്സ് പരസ്പരം അകന്ന് നിൽക്കാറുണ്ട്. ആൻഡ് ദേ ഫെൽറ്റ് ഏബിൾ ടു ഫോർഗിവ് അഗെയിൻ. അതായത് വീണ്ടും ക്ഷമിക്കാൻ കഴിയും, വീണ്ടും പൊറുക്കാൻ കഴിയും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നതുവരെ പിരിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. ഇൻ മോസ്റ്റ് കേസസ്, ധാരാളം കാര്യങ്ങളിൽ ദ ആൽക്കഹോളിക് പാർട്ണർ മേക്സ് ഇറ്റ് ത്രൂ ദി സെപ്പറേഷൻ വിത്തൗട്ട് റിലാപ്സിങ്. അതായത് അടുത്ത കുടിയിലേക്കുള്ള ഒരു പോക്കിൽ നിന്ന് പലപ്പോഴും ഈ സെപ്പറേഷൻ, ഇത്ര അകന്നു നിൽക്കൽ അവനെ സഹായിക്കും. മോസ്റ്റ് കേസ് ദ ആൽക്കഹോൾ പാർട്ണർ മേക്സ് ഇറ്റ് ത്രൂ ദിസ് സെപ്പറേഷൻ വിത്തൗട്ട് റിലാപ്സിങ്. അതായത് റിലാപ്സ് പലപ്പോഴും ഈ അകൽച്ച അവന്റെ അടുത്ത കുടിയിലേക്കോ വീഴ്ചയിലേക്കോ പോകാതെ അവൻ സൂക്ഷിക്കും. ബട്ട് നോട്ട് ഓൾവേസ്. പക്ഷെ ഇത് എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. സോ വി തിങ്ക് ദാറ്റ് ഈവൻസ് ഓഫ് ദ പാസ്റ്റ്. അതുകൊണ്ട് ഞങ്ങൾ ചിന്തിക്കുന്നത് ഇത്തരം പഴയകാല അനുഭവങ്ങൾ അല്ലെങ്കിൽ ഭൂതകാലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഭൂതകാലത്തെ സംഭവങ്ങൾ ഷുഡ് ഓൺലി ബി ഡിസ്കസ്ഡ്. എപ്പോഴാണ് ചർച്ച ചെയ്യേണ്ടത്? വെൻ ടോക്കിംഗ് അബൌട്ട് ദം സെർവ്സ് എ ഗുഡ് ആൻഡ് യൂസ്ഫുൾ പർപ്പസ്. അതായത് എപ്പോഴാണോ ഒരു നല്ല കാര്യത്തിനായിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപയോഗപ്രദമായിട്ട് ഉപയോഗിക്കേണ്ട സമയത്ത് മാത്രമേ അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാവൂ എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്നാണ് പറയുക. അപ്പൊ അടുത്ത ഭാഗം, സീക്രട്സ് ആൻഡ് സ്ട്രെസ്ഫുൾ ടൈംസ്. സീക്രട്സ് ആൻഡ് സ്ട്രെസ്ഫുൾ ടൈംസ്. ആൽക്കഹോളിക് അനോണിമസിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ കഴിഞ്ഞകാല സംഭവങ്ങളുടെ അസ്ഥികൂടങ്ങൾ മനസ്സിന്റെ അറകളിൽ സൂക്ഷിക്കാറില്ല. ഓരോരുത്തർക്കും അവരൻ്റെ മദ്യപാന കുഴപ്പങ്ങൾ അറിയാം. ഇതൊരു പ്രത്യേക തലത്തിലുള്ള നിലയിലാണ് നിത്യജീവിതത്തിൽ വിവരണജീതമായ ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ഒന്ന്. അപവാദ കഥകൾ നിറഞ്ഞ, മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ നിറഞ്ഞ, അതീവ സ്വകാര്യമായ വിവരങ്ങൾ അറിയുന്നതിലൂടെ അത് ചൂഷണം ചെയ്യുവാനുള്ള പ്രവണത വരെ ഉണ്ടാക്കിയേക്കാം. ഞങ്ങൾക്കിടയിൽ ഇതൊക്കെ വിരളമായ സംഗതികളാണ്. സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും സത്ത് ഉൾക്കൊണ്ട് ഞങ്ങൾ ഇത്തരം വർത്തമാനങ്ങളെ അനിവാര്യമായും സഹിക്കുന്നു. ഞങ്ങൾ സൂക്ഷ്മതയോടെ പാലിക്കുന്ന മറ്റൊരു തത്വം, യാതൊരു കാരണവശാലും മറ്റൊരു വ്യക്തിയുടെ അന്തർസ്പർശിയായ
അനുഭവങ്ങൾ അയാളുടെ അനുവാദമില്ലാതെ ബന്ധപ്പെടുത്തി സംസാരിക്കുകയില്ല എന്നുള്ളതാണ്. സാധ്യമാകുന്നിടത്തോളം ഞങ്ങളുടെ തന്നെ സ്വന്തം കഥകളിൽ ഊന്നി നിൽക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് ഞങ്ങൾ കരുതുന്നു. ഒരു മനുഷ്യൻ അയാളെ തന്നെ വിമർശിക്കുകയും അഥവാ അയാളെ പരിഹസിക്കുകയും ചെയ്തേക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ അനുകൂലമായ ഒരു പ്രതികരണമാണ് ഉളവാകുന്നത്. പക്ഷെ വേറൊരു വ്യക്തിയിൽ നിന്ന് വരുന്ന വിമർശനവും അധിക്ഷേപവും വിപരീത ഫലം സൃഷ്ടിക്കുന്നു. കുടുംബാംഗങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. കാരണം പൂർവമായ പരിഗണനാരഹിതമായ വേറുമൊരു അഭിപ്രായ പ്രകടനം വീണ്ടും ആ ചെകുത്താനെ ഉയർത്തെഴുന്നേൽപ്പിച്ച മദ്യപാനശക്തി കഥകൾ ഞങ്ങൾക്കറിയാം. അമിത മദ്യപാന രോഗികളായ ഞങ്ങൾ തളരിതരാണ്. ഞങ്ങളിൽ ചിലർ ഈ വലിയ വിപത്ത് മറികടക്കുവാൻ ഒരുപാട് സമയമെടുക്കുന്നു. പല അമിത മദ്യപാന രോഗികളും ആവേശമുള്ളവരാണ്. അവർ പലപ്പോഴും എന്തിൻ്റെയും അങ്ങേ തലപ്പുര വന്നേ ചെന്നെത്തും. രോഗമുക്തിയുടെ പ്രാരംഭഘട്ടത്തിൽ തെറ്റുവരാത്ത ഒരു തത്വം പോലെ രണ്ടിലേതെങ്കിലും ഒരു ദിശയിലേക്ക് അമിത മദ്യപൻ തിരിയുന്നു. അയാളുടെ ജോലിയിലോ ബിസിനസ്സിലോ കാലുറപ്പിക്കാനുള്ള വ്യഗ്രതയിൽ അയാൾ പൂർണ്ണമായും ആ വക കാര്യങ്ങളിൽ മുഴുകുന്നു. അതല്ലെങ്കിൽ അയാളുടെ പുതിയ ജീവിതത്തെക്കുറിച്ച് ഉന്മത്തനാകുന്നു. അയാൾ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കുകയോ അയാൾ മറ്റൊന്നിനെക്കുറിച്ച് പറയുകയോ ചെയ്യാതിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളിലും കുറെ കുടുംബപരമായ പ്രശ്നങ്ങൾ ഉയർന്നു വരും. ഈ രീതിയിലുള്ള അസംഖ്യ ഉദാഹരണങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളിലും തലയിലേറ്റി അവ പരിഹരിക്കുന്നതിന് ധൃതി കാണിക്കുന്നത് അപകടകരമാണെന്ന് ഞങ്ങൾ കരുതുന്നത്. കുടുംബങ്ങളുടെയും ഇത് സാരമായി ബാധിക്കും. ആദ്യമൊക്കെ തങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ഇതോടെ പരിഹരിക്കപ്പെടുമെന്ന് കരുതി ഇവർ സന്തുഷ്ടരായിരിക്കുമെങ്കിലും പിന്നീട് തങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നി തുടങ്ങുമ്പോൾ അവർ അസന്തുഷ്ടരാകുന്നു. അച്ഛൻ പകലൊക്കെ ജോലിത്തിരക്കുള്ളയാളും രാത്രിയിൽ പരിശീലനനുമായിരിക്കും. അയാൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ താല്പര്യം കുറഞ്ഞവനും തൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ അസഹ്യതയുള്ളവനായിരിക്കും. ഇനി അഥവാ അസഹ്യതയുള്ളവനെങ്കിൽ തന്നെ അയാൾ ബോറടിയുള്ളവനും ഒരു കൃത്യതയില്ലാത്തവനുമായി കാണപ്പെടാം. കുടുംബാംഗങ്ങൾ അയാളിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സ്നേഹസമ്പന്നതയോ സന്തുഷ്ടിതയോ ഇല്ലാതെയും ഇരിക്കും. അവരെല്ലാവരും നിരാശയുള്ളവരാണ്. തങ്ങൾ അങ്ങനെയുള്ള അവസ്ഥയിലാണെന്ന് അവർ അയാളെ ബോധ്യപ്പെടുത്തുവാൻ വരെ ശ്രമിക്കും. അങ്ങനെയുള്ള ചെറിയ പരാതികളിൽ തുടങ്ങി ഒരു തടസ്സം ഉയർന്നു വരുന്നു. തങ്ങൾ നഷ്ടപ്പെട്ട സമയങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അയാൾ ഓരോ അണുവിലും അത്യാധ്വാനം ചെയ്യുന്നു. തൻ്റെ സ്വത്തുക്കളും സൽപ്പേരും വീണ്ടെടുക്കുന്നതിനായി അയാൾ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയും കാര്യങ്ങളൊക്കെ താൻ ഭംഗിയായി ചെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി തുടങ്ങുകയും ചെയ്യും. ചിലപ്പോൾ അമ്മയും കുട്ടികളും അപ്രകാരം കരുതുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ വളരെയേറെ ദുരുപയോഗപ്പെട്ടിട്ടുള്ളവരും അവഗണിക്കപ്പെട്ടിട്ടുള്ളവരുമായ അവർ അച്ഛനിൽ നിന്ന് തങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ തങ്ങളോട് അച്ഛൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അവരുടെ കാര്യങ്ങളിൽ അച്ഛൻ വലിയ ഒച്ചപ്പാട് കലർന്ന് സ്നേഹിക്കണം എന്ന് അവർ കരുതുന്നു. അമിതമായി മദ്യം കഴിക്കുന്നതിന് മുമ്പ് അയാൾ അവരോട് പെരുമാറിയിരുന്ന ആ നല്ല പെരുമാറ്റം അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല തങ്ങൾ അനുഭവിച്ചതിനുള്ള പശ്ചാത്താപവും അയാളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നു. പക്ഷേ കുടുംബനാഥൻ അത്ര പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കുന്നില്ല. ഫലം വിദ്വേഷം വളരുന്നു എന്നുള്ളതാണ്. വീണ്ടും അയാൾ നിസ്സാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്നു. കുടുംബാംഗങ്ങൾ ആകെ അങ്കലാപ്പിലാകുന്നു. അയാളുടെ ആത്മീയ തലങ്ങളിൽ നിന്ന് എത്ര മേൽ താഴോട്ട് പതിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ അയാളെ വിമർശിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. കുടുംബനാഥനും മറ്റു കുടുംബാംഗങ്ങളും ഒരുപോലെ തെറ്റുകാരാണ്. ഓരോരുത്തർക്കും അവരുടേതായ ന്യായീകരണങ്ങൾ ഉണ്ടാകും. തർക്കിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല ഇത്തരം ഒരു സ്തംഭനാവസ്ഥയെ അത് കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു. അത്ഭുതകരം വണ്ണം പുരോഗതി ഉണ്ടെങ്കിലും കുടുംബനാഥൻ ഇപ്പോഴും രോഗശമന ദിശയിലാണ് എന്ന കാര്യത്തെപ്പറ്റി കുടുംബാംഗങ്ങൾ സ്വയം ബോധ്യമുള്ളവരാണ്. അദ്ദേഹം മദ്യമില്ലാത്ത സുബോധാവസ്ഥയിലായിരുന്നതിലും ഒരിക്കൽ കൂടി ഇഹലോകവാസിയായി തിരിച്ചു വന്നതിലും അവർ നന്ദിയുള്ളവരായിരിക്കണം. അയാളുടെ പുരോഗതിയെ അവർ പ്രശംസിക്കട്ടെ. വളരെ കാലം കൊണ്ട് മാത്രം ശരിയാക്കാവുന്ന തോതിലുള്ള പലതരത്തിലുള്ള നാശവും കൂടി അയാളുടെ ജീവിതത്തിൽ വരുത്തി വെച്ചിട്ടുണ്ട് എന്ന് അവരെപ്പോഴും ഓർക്കണം. ഈ വക കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കിയാൽ അവർ അയാളുടെ വട്ടുകളും വിഷാദവും ഉദാസീനതയും ഒന്നും ഗൗരവമായി എടുക്കില്ല എന്ന് മാത്രമല്ല മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ സഹിഷ്ണുത, സ്നേഹം, ആത്മീയ ധാരണ എന്നിവ മൂലം അപ്രത്യക്ഷമാക്കാനും കഴിയും. തൻ്റെ കുടുംബത്തിൽ വന്നുപെട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്ന് കുടുംബനാഥൻ ഓർക്കേണ്ടതുണ്ട്. അയാൾക്ക് തൻ്റെ ജീവിതകാലം മുഴുവനെടുത്താലും താൻ തെറ്റിച്ച കണക്കുകൾ പറ്റും പരവും തുല്യമാക്കുന്ന അവസ്ഥയിലാക്കാൻ പ്രയാസകരമാണ്. പക്ഷേ അമിതമായി
സാമ്പത്തിക വിജയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലെ അപകടം അയാൾ കാണേണ്ടതുണ്ട്. സാമ്പത്തിക മോചനം നമ്മിൽ പലരുടെയും മാർഗത്തിലുണ്ടെങ്കിലും പണം ഒന്നാമത്തെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ കഴിയില്ല എന്ന് ഞങ്ങൾ കണ്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക പുരോഗതി ആത്മീയ പുരോഗതിയെ എപ്പോഴും പിന്തുടരുന്നു, ഒരിക്കലും അതിനു മുമ്പിൽ നടക്കുന്നില്ല. സീക്രട്സ് ആൻഡ് സ്ട്രെസ്ഫുൾ ടൈംസ്. പലപ്പോഴും രഹസ്യമായിട്ടുള്ള വളരെ ഉത്കണ്ഠ ഉണ്ടാകുന്ന സമയങ്ങളുണ്ടാകാം. അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ദ ഫാമിലീസ് ഓഫ് അവർ മെമ്പേഴ്സ് ഡോണ്ട് കീപ് മെനി സ്കെൽട്ടൺസ് ഇൻ ദ ക്ലോസറ്റ്. പലപ്പോഴും നമ്മുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങളുടെ കുടുംബങ്ങൾ ഈ പഴയകാല ഈ തരം സ്കെൽട്ടൺസ് അല്ലെങ്കിൽ പഴയകാല ഇതുകൾ എപ്പോഴും ക്ലോസറ്റിൽ വെച്ച് അടച്ചു സൂക്ഷിക്കില്ല. എവരി വൺ നോസ് അബൌട്ട് ഈച്ച് അതേഴ്സ് ആൽക്കോഹോളിക് ട്രബിൾസ്. കാരണം എല്ലാവർക്കും അറിയാം മദ്യാസക്തരായിട്ടുള്ള ആളുകൾക്ക് നേരിടുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇൻ റെഗുലർ ലൈഫ്, സാധാരണ ജീവിതത്തിൽ, ദിസ് കൈൻഡ് ഓഫ് ഷെയറിംഗ് ഓഫ് സീക്രട്സ് വുഡ് ക്രിയേറ്റ് പെയിൻ ആൻഡ് ചവേഴ്സ്. അതായത് സാധാരണ ജീവിതത്തിൽ ഇത്തരം ഷെയറിങ്ങുകൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ രഹസ്യങ്ങൾ പറയുന്നത് അതൊരു ക്രിയേറ്റ് പെയിൻ ആൻഡ് ചവേഴ്സ്, പലപ്പോഴും അസന്തുഷ്ടിയും വേദനയും ഉണ്ടാക്കും. ഇറ്റ് മൈറ്റ് ക്രിയേറ്റ് ഹർട്ട്ഫുൾ ഗോസിപ്പ്. ചിലപ്പോൾ ഇത് വളരെ വേദനിപ്പിക്കുന്ന മറ്റുള്ളവരെ പറ്റി ഗോസിപ്പ് പറയുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്ന അല്ലെങ്കിൽ അവരെ പറ്റി മോശം പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അതൊരു പക്ഷെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഓർ കോസ് പീപ്പിൾ ടു ലാഫ് അറ്റ് ദ സഫറിങ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുക അല്ലെങ്കിൽ ഇപ്പോഴും രോഗം ബാധിച്ചിരിക്കുന്ന മറ്റു പലർക്കും കിട്ടിയ പല സാഹചര്യങ്ങളെ ഓർത്ത് അവർ ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ് മൈറ്റ് ഈവൻ കോസ് someone to expose private information. ചില അംഗങ്ങൾ അവരുടെ വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഫോർ മണി ഓർ പവർ, ഒരുപക്ഷെ പണത്തിനോ മറ്റ് കാര്യങ്ങൾക്കോ അധികാരത്തിനൊക്കെ വേണ്ടിയിട്ട്. ഇൻ എ ദിസ് തിങ്സ് ഡോണ്ട് ഹാപ്പൻ എവരി ഓഫൺ. പക്ഷേ എയുടെ ഉള്ളിൽ ഇത് പലപ്പോഴും സ്ഥിരമായി സംഭവിക്കുന്ന ഒന്നല്ല. വി ടോക്ക് അബൌട്ട് ഈച്ച് അതർ എ ലോട്ട് ബട്ട് വി ഓൾമോസ്റ്റ് ഓൾവേസ് ഡു ഇറ്റ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ലവ് ആൻഡ് ടോളറൻസ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പറ്റി സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ പറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാറുണ്ട്. ബട്ട് വി ഓൾമോസ്റ്റ് ഓൾവേസ് ഡു ഇറ്റ്, നമ്മൾ എപ്പോഴും ഇതിങ്ങനെയാണ് ചെയ്യുന്നത് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ലവ് ആൻഡ് ടോളറൻസ്. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സ്പിരിറ്റിലാണ്, അല്ലെങ്കിൽ അത് ചാലിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളത്. അനദർ പ്രിൻസിപ്പിൾ വി ലൈവ് ബൈ ദിസ്. മറ്റൊരു തത്വം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കേണ്ടത് ഈ ഒരു കാര്യത്തിലാണ്. വി ഡു നോട്ട് ഷെയർ ദ പ്രൈവറ്റ് ഓർ സീക്രട്ട് എക്സ്പീരിയൻസ്. അതായത് ഏതെങ്കിലും വ്യക്തികളുടെ സ്വകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ, പ്രൈവറ്റ് ഓർ സീക്രട്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള അനുഭവങ്ങൾ ഓഫ് സമ്മൺ എൽസ് അൺലെസ് വി നോ ദേ വിൽ ഫീൽ ഓക്കെ അബൌട്ട് ഇറ്റ്. അതായത് നമ്മൾ മറ്റുള്ള ആളുകളുടെ വളരെ രഹസ്യാത്മകത നിറഞ്ഞ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യമായിട്ടുള്ള അനുഭവങ്ങൾ വി നോ ദേ വിൽ ഫീൽ ഓക്കെ അബൌട്ട് ഇറ്റ്, അവർക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഷെയർ ചെയ്യുന്നു. പക്ഷെ നമ്മൾ യൂഷ്വലി വി ജസ്റ്റ് സ്റ്റിക്ക് ടു അവർ ഓൺ സ്റ്റോറീസ്. പലപ്പോഴും സാധാരണയായി നമ്മൾ നമ്മുടെ കഥകളിൽ മാത്രമേ ഉറച്ചു നിൽക്കാറുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കഥകൾ മാത്രമേ പറയാറുള്ളൂ, മറ്റുള്ളവരുടെ ഇത്തരം കാര്യങ്ങൾ പറയാറില്ല. എനി പേഴ്സൺ മേ ക്രിറ്റിസൈസ് ഓർ ലാഫ് അറ്റ് ദംസെൽസ് ആൻഡ് അതർ പീപ്പിൾ മേ ലാഫ് അലോങ്. ചില അംഗങ്ങൾ അവരുടെ കാര്യങ്ങൾ സ്വയം വിമർശനാത്മകമായി പറഞ്ഞുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഓർത്ത് ചിരിക്കാറുണ്ട്. മറ്റുള്ള ആളുകൾ, മറ്റ് അംഗങ്ങൾ അതോടൊപ്പം ചേർന്ന് ചിരിക്കാറുണ്ട്. ബട്ട് ക്രിറ്റിസിസം കമ്മിങ് ഫ്രം അനദർ പീപ്പിൾ ക്രിയേറ്റ് ദ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഒരു വ്യക്തി അവനെക്കുറിച്ച് തന്നെ പറഞ്ഞു ചിരിക്കുകയും അവനെക്കുറിച്ച് വിമർശിച്ച് പറയുകയും ചെയ്യുന്നതിനുപരിയായി മറ്റൊരാൾ ആ വ്യക്തിയെ പറ്റി പറയുകയും ആ വ്യക്തിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയോ ക്രിറ്റിസിസം ചെയ്യുകയോ ചെയ്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വിമർശനാത്മകമായി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അന്നേരം ഉണ്ടാകുന്ന അത് ഒരു എതിർ റിയാക്ഷനാണ്, വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് ഉണ്ടാവുക, പ്രതിഫലനമാണ് ഉണ്ടാവുക. ഫാമിലി മെമ്പേഴ്സ് ഷുഡ് ബി എസ്പെഷ്യലി കെയർഫുൾ അബൌട്ട് ദിസ്. അതുകൊണ്ട് കുടുംബത്തിലെ അംഗങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൺ, കെയർലെസ് ഇൻകൺസിഡറേറ്റ് റിമാർക്ക്. ഒരു പക്ഷേ വളരെ അശ്രദ്ധമായിട്ടുള്ള ഒരാളെ പരിഗണിക്കാത്തതായിട്ടുള്ള ഇത്തരം അഭിപ്രായങ്ങൾ ഹാസ് ബീൻ നോൺ ടു ബ്രിങ് ഔട്ട് ദ ഡെവിൾ ഇൻ ദെയർ റിക്കവറിംഗ് ലവ്ഡ് വൺ. ഒരു പക്ഷേ വിമോചനത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആളിന്റെ ഉള്ളിൽ നിന്ന് ചെകുത്താനെ പുറത്തെടുക്കാനായിരിക്കും പലപ്പോഴും അതിന് അങ്ങനെ ചെയ്താൽ ചെയ്യുക. റിക്കവറിംഗ് ലൗഡ്, അതായത് മോചനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന തൻ്റെ സ്നേഹിതന്റെ ഉള്ളിലുള്ള ഡെവിളിനെ പുറത്തെടുക്കാനാണ് അങ്ങനെയുള്ള
അസന്തുഷ്ടികരമായിട്ടുള്ള, കെയർലെസ് ആയിട്ടുള്ള, വളരെ അശ്രദ്ധമായിട്ടുള്ള, പരിഗണിക്കാത്ത ഇത്തരം അഭിപ്രായങ്ങൾ കൊണ്ടുണ്ടാകുക. വി ആൽക്കഹോളിക്സ് ആർ സെൻസിറ്റീവ് പീപ്പിൾ. കാരണം നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. ഇറ്റ് ടേക്സ് സം ഓഫ് അസ് എ ലോങ് ടൈം ടു ഔട്ട്ഗ്രോ ദാറ്റ് ട്രബിൾസം ട്രൈറ്റ്. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പുറത്തു ചാടാനായിട്ട് ഒരുപാട് കാലം ഒരുപക്ഷെ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾക്ക് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പുറത്തു കിടക്കാനായിട്ട് കാലങ്ങൾ എടുക്കും. മെനി ആൽക്കഹോളിക്സ് ആർ പാഷനേറ്റ് ആൻഡ് ഇന്റൻസ്. പലപ്പോഴും ആൽക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ധാരാളം മദ്യാസക്തര് അവർ വളരെയധികം സ്നേഹമുള്ളവരും വളരെ ഇന്റൻസ് ആയിട്ട് വളരെ ആത്മാർത്ഥതയുള്ളവരുമാണ്. ദേ മേ ഗോ ടു എക്സ്ട്രീംസ്. അവർ പലപ്പോഴും അതിന്റെ ഏറ്റവും ഉന്നതിയിൽ പോകും. അറ്റ് ദ ബിഗിനിങ് ഓഫ് റിക്കവറി ആൻഡ് ആൽക്കഹോൾ വിൽ യൂഷ്വലി ഡു വൺ ഓഫ് ടു തിങ്സ്. They will either become obsessed with fixing their financial problems immediately or become so happy with their new life that they talk about it constantly. അതായത് പലപ്പോഴും പുതിയതായിട്ട് വരുന്ന അംഗങ്ങൾ അതിന്റെ എക്സ്ട്രീമിൽ പോകാൻ സാധ്യതയുണ്ട്. അവർ ഒന്നില്ലെങ്കിൽ തന്റെ മോചനം തുടങ്ങുകയും രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുകയും അവരെ ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന സാമ്പത്തിക പ്രശ്നങ്ങള് വളരെയധികം അധികമായിരിക്കുന്ന ബിക്കം ഒബ്സസ്ഡ് വിത്ത് ഫിക്സിങ്. അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾ പെട്ടെന്ന് തീർക്കാനായിട്ട് അവൻ ശ്രമിക്കും, ഉടൻ തീർക്കാനായിട്ട് അവൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ അവൻ പുതിയ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ച് അതിനെപ്പറ്റിയും പുതിയ ജീവിതം തുടരാനായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യും. ഏതർ ഓഫ് ദിസ് തിങ്സ് വിൽ കോസ് ഫാമിലി പ്രോബ്ലം. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സാമ്പത്തിക കാര്യങ്ങളും രണ്ട് പുതിയ ജീവിതത്തിന്റെ കാര്യങ്ങളും, ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കും. വി നോ ദിസ് ബിക്കോസ് വി ആർ എക്സ്പീരിയൻസ്ഡ് ഇറ്റ് അവർസെൽസ്. കാരണം ഞങ്ങൾക്ക് ഇത് പറയാനുള്ള കാരണം എന്താണ്? ഞങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിൽ ഇതിനു മുമ്പ് എയിൽ വന്നിട്ടുള്ള മറ്റുള്ളവരുടെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് പറയാൻ കാരണം. വി തിങ്ക് ഇറ്റ് ക്യാൻ ബി ഡേഞ്ചറസ് ഫോർ ആൻ ആൽക്കഹോളിക്. ഇത് പലപ്പോഴും മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അപകടമാണ്. ടു ഫോക്കസ് ഓൺലി ഓൺ മണി പ്രോബ്ലം. അതായത് അവനവന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാത്രം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടമാണ്. അറ്റ് ഫസ്റ്റ് ദ ഫാമിലി വിൽ ഫീൽ റിലീവ്ഡ്. അപ്പോൾ ആദ്യം ഫാമിലി, അതായത് കുടുംബാംഗങ്ങൾ ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇറ്റ് വിൽ സീം ലൈക്ക് ദെയർ മണി ട്രബിൾസ് ആർ അബൌട്ട് ടു ബി സോൾവ്ഡ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു വിടുതൽ നേടുന്നത് ഈ തരം സാമ്പത്തിക പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ മാത്രമാണ്. Then the family will be upset when their alcoholic loved one ignores them to concentrate on work or business. അതായത് സ്വന്തം ജോലിയിലോ ബിസിനസ്സിലോ ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള ആള് കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ കുടുംബാംഗങ്ങള് വളരെ അസന്തുഷ്ടിയുള്ളവരാകും. അവര് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള അച്ഛൻ ഞങ്ങളെ ഇഗ്നോർ ചെയ്യുന്നു, ഞങ്ങളെ അകറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്നത്. ഡാഡ് മേ ബി ടയേർഡ് അറ്റ് നൈറ്റ്. രാത്രി കാലങ്ങളിൽ അദ്ദേഹം വളരെ ക്ഷീണിതനായിരിക്കാം വീട്ടിൽ വരുന്നത്. ആൻഡ് ഡിസ്ട്രാക്റ്റഡ് ഡ്യൂറിങ് ദി ഡേ. പലപ്പോഴും പല കാര്യങ്ങൾ അയാളെ പകൽ സമയങ്ങളിലുള്ള പല കാര്യങ്ങളിലും അയാൾ അസ്വസ്ഥനായിരിക്കാം. ഹി മേ സ്പെൻഡ് ലെസ് ടൈം വിത്ത് ദ ചിൽഡ്രൻ. പലപ്പോഴും അദ്ദേഹം കുട്ടികളുമായിട്ട് വളരെ ചുരുക്കം സമയമേ ചെലവഴിക്കാനുള്ളൂ. ആൻഡ് ഗെറ്റ് മാഡ് വെൻ എനിവൺ പോയിന്റ്സ് ദിസ് ഔട്ട്. പക്ഷേ അദ്ദേഹം എപ്പോഴെങ്കിലും ആരെങ്കിലും ഇതിനെപ്പറ്റി പറയുമ്പോൾ അയാൾ അസ്വസ്ഥനാവുകയും അദ്ദേഹം ഭ്രാന്തനായി മാറുകയും ചെയ്യും. ഇഫ് ഹി ഈസ് നോട്ട് ഗ്രൗച്ചി ഹി മേ സീം ക്വയറ്റ് ആൻഡ് ബോറിങ്. അവൻ അങ്ങനെ വളരെ ഗ്രൗച്ചി ആയിട്ടുള്ള വളരെ അസന്തുഷ്ടിയായിട്ടുള്ള ഒരാളായില്ലെങ്കിൽ അവൻ ചിലപ്പോൾ വളരെ ശാന്തനും ബോറിംഗ് ആയിട്ട് നിൽക്കും. അങ്ങനെ കാണപ്പെടും. നോട്ട് ഹിസ് യൂഷ്വൽ ഹാപ്പി ആൻഡ് ലവിങ് സെൽഫ്. പലപ്പോഴും അവന് വളരെ സന്തോഷനും വളരെ സ്നേഹസമ്പന്നനാകാൻ സാധ്യതയില്ല. എവരിവൺ ഇൻ ദ ഫാമിലി ഫീൽസ് ഡിസപ്പോയിന്റഡ്. അങ്ങനെ കുടുംബാംഗങ്ങൾ എല്ലാവരും നിരാശയിലേക്ക് പോകാൻ സാധ്യത. ടെൽസ് ഡാഡ് ഹൗ ദേ ഫീൽ. പലപ്പോഴും അവര് എങ്ങനെയാണ് അവർക്ക് അനുഭവപ്പെടുന്നതെന്ന് ഡാഡിയോട് പറയാൻ സാധ്യതയുണ്ട്. വെൻ ഡാഡ് ഹിയേഴ്സ് ദിസ് കംപ്ലൈൻസ്, പലപ്പോഴും മദ്യാസക്തനായിട്ടുള്ള ഫാദർ അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ട്ണർ ഇത്തരം പരാതികൾ കേൾക്കുമ്പോൾ ഹി മേ പുട്ട് അപ്പ് എൻ ഇമോഷണൽ വാൾ. അപ്പോൾ തന്നെ വൈകാരികമായിട്ടുള്ള ഒരു ഭിത്തി തീർക്കും. ഹി ഈസ് യൂസിങ് എവരി ഔൺസ് ഓഫ് ഹിസ് എനർജി ടു മേക്ക് തിങ്സ് റൈറ്റ്. അവൻ പിന്നീട് അവന്റെ എല്ലാ വിധത്തിലുള്ള ഊർജവും അവൻ പാഴാക്കുന്നത് അല്ലെങ്കിൽ ചെലവഴിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശരിയായി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഹി ഈസ് ട്രൈങ് ടു റിക്കവർ ഹിസ് മണി ആൻഡ് റെപ്യൂട്ടേഷൻ. അവന്റെ പണം തിരിച്ചു പിടിക്കുന്നതിനും അവന്റെ ലോകത്തിലുണ്ടായിരുന്ന അവന്റെ ബഹുമാനം അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടായിരുന്ന അവന്റെ ബഹുമാനം തിരിച്ചു പിടിക്കുന്നതിനും അവൻ പ്രവർത്തിക്കും. ആൻഡ് തോട്ട് ഹി വാസ് ഡൂയിങ് വെൽ. അങ്ങനെ പലപ്പോഴും അവൻ ഇത്
വളരെ നന്നായി ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കും. ബട്ട് മം ആൻഡ് ദ കിഡ്സ് മൈറ്റ് നോട്ട് എഗ്രി. പക്ഷേ അവൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അവൻ ചിന്തിക്കുമെങ്കിലും അമ്മയും മക്കളും ഇത് സമ്മതിച്ചു കൊടുക്കണമെന്നില്ല. ദേ ഹാവ് ബീൻ ഇഗ്നോർഡ്. അവർ പറയും ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു. ആൻഡ് ഹർട്ട് ബൈ ഡാഡ് ഇൻ ദ പാസ്റ്റ്. ഞങ്ങള് ഡാഡിയാല് ഒരുപാട് ഹർട്ട് ചെയ്യപ്പെട്ടു. ദേ ഫീൽ ദേ ഡിസർവ് മോർ ദാൻ ഹി ഈസ് ഗിവിംഗ് ദം നൗ. അതായത് ഇപ്പോൾ എന്തുമാത്രമാണോ അവർക്ക് കൊടുക്കുന്നത്, സമയം കൊടുക്കുന്നത്, അവരോടൊപ്പമാകുന്നത്, അതിൽ കൂടുതൽ സമയം അവർക്ക് കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കും. They want dad to shower them with affection. സ്നേഹം കൊണ്ട് അവരെ കുളിപ്പിക്കാനായിട്ട് അയാൾ ശ്രമിക്കണമെന്ന് അവർ ആവശ്യപ്പെടും. They expect him to give them the nice times. പലപ്പോഴും വളരെ മൃദുലമായിട്ടുള്ള കുറേ സമയങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം. They used to have before he drank so much. പലപ്പോഴും വളരെ കുടിക്കുന്ന സമയത്ത് പോലും അവൻ ഇത്തരം സമയങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാകാം. അതേ സമയം ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടും. They want to see how sorry he feel for making them suffer. അതായത് അവരെത്രമാത്രം സഹിക്കുന്നുണ്ട് എന്ന് അവനെ കാണിച്ചു കൊടുക്കുകയും അവനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ അവനൊരു സോറി തോന്നുക എന്നുള്ള ഒരു ആശയമാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് അതാണ് അവർക്ക് ആവശ്യം. ബട്ട് ഡാഡ് ഡസന്റ് ഗീവ് ദം ദിസ് തിങ്സ്. പക്ഷേ അച്ഛൻ ഇത്തരം കാര്യങ്ങൾ അവർക്ക് കൊടുക്കണമെന്നില്ല. ഹി ഫീൽസ് റിസെന്റ്മെന്റ്. അവന് തോന്നുന്നത് നീരസമാണ്. സ്റ്റാർട്ടഡ് ടു കമ്മ്യൂണിക്കേറ്റ് ലെസ് ആൻഡ് ലെസ്. അവൻ പിന്നീട് എന്ത് ചെയ്യും? അവരുമായിട്ടുള്ള സംഭാഷണം കുറച്ചു കൊണ്ടുവരും. സംടൈംസ് ഹി ഗെറ്റ്സ് ആംഗ്രി ഓവർ ദ ടൈനിയസ്റ്റ് തിങ്സ്. പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ വളരെയധികം ദേഷ്യപ്പെടും. ദ ഫാമിലി ഈസ് ഓൾസോ കൺഫ്യൂസ്ഡ്. പലപ്പോഴും കുടുംബാംഗങ്ങൾ വളരെ ആശയക്കുഴപ്പത്തിലാകും. ദ കംപ്ലൈൻ. അവർ പരാതിപ്പെടും. ആൻഡ് പോയിന്റ് ഔട്ട് ഹൗ ഹീസ് ഫോളോയിങ് അറ്റ് ഹിസ് സ്പിരിച്വൽ പ്രോഗ്രാം. പലപ്പോഴും അവർ പരാതിപ്പെടും. നിന്റെ ആത്മീയ പുരോഗതിയിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെ ഈ ആത്മീയ പ്രോഗ്രാമിൽ നിന്ന് നീ എത്രമാത്രം താഴേക്ക് വീണിരിക്കുന്നു. ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ക്യാൻ ബി അവോയ്ഡഡ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ബോത്ത് ഡാഡ് ആൻഡ് ദ ഫാമിലി ആർ റോങ്. ഡാഡും അതായത് മോചനത്തിലേക്ക് അടുക്കുന്ന വ്യക്തിയും കുടുംബാംഗങ്ങളും രണ്ടുപേരും തെറ്റുകാരാണ്. ദോ ബോത്ത് ഹാവ് ഗുഡ് റീസൺസ് ഫോർ ദയർ ഫീലിങ്സ്. അവരുടെ ഇത്തരം വിചാരങ്ങൾക്ക് അവർക്ക് നല്ല കാര്യങ്ങൾ, നല്ല മറുപടി പറയാനുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങൾ ന്യായീകരണമാണ്, അല്ലെങ്കിൽ ഗുഡ് റീസൺസ് ഉണ്ട്. കുറെ കാര്യങ്ങളുണ്ട് അവരത് പറയുന്നതിൽ. ആർഗ്യൂയിങ് വിൽ ഓൺലി മേക്ക് തിങ്സ് വേഴ്സ്. പക്ഷേ തർക്കങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും വളരെ മോശകരമായിട്ടേ ബാധിക്കുകയുള്ളൂ. ദ ഫാമിലി മസ്റ്റ് അക്സെപ്റ്റ് ദാറ്റ് ഓൾദോ ഡാഡ് ഹാസ് ഇംപ്രൂവ്ഡ്. അതായത് കുടുംബാംഗങ്ങൾ തങ്ങളുടെ ഡാഡി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് അംഗീകരിക്കണം. ഹീ സ്റ്റിൽ സിക്ക് ആൻഡ് സ്റ്റിൽ റിക്കവറിങ്. അദ്ദേഹം ഇപ്പോഴും അസുഖക്കാരനാണ്, ഇപ്പോഴും അദ്ദേഹം സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദ ഷുഡ് ബി താങ്ക്ഫുൾ ഹീ സോബർ. അവനോട് കുടുംബാംഗങ്ങൾ ഒരു നന്ദിയുള്ളവനായിരിക്കണം. ആൻഡ് ഏബിൾ ടു ബി എ പാർട്ട് ഓഫ് റെഗുലർ ലൈഫ് അഗെയിൻ. അതായത് അവരുടെ നിത്യജീവിതത്തിലെ ഒരു പാർട്ടായിട്ട് നിൽക്കുന്നതിന് അവനോട് നന്ദി ഉണ്ടാകണം, അല്ലെങ്കിൽ അവൻ അങ്ങനെ കഴിയുന്നതിന് അവനോട് നന്ദി ഉണ്ടാകണം. ലെറ്റ് ദം പ്രൈസ് ഹിസ് പ്രോഗ്രസ്. അതുകൊണ്ട് കുടുംബാംഗങ്ങൾ അവന്റെ വിജയത്തില് പ്രൈസ് ചെയ്യണം, അവനെ അഭിനന്ദിക്കണം. ലെറ്റ് ദം റിമെമ്പർ ദാറ്റ് ഹീസ് ഡ്രിങ്കിങ് ഡിഡ് ഓൾ കൈൻഡ് ഓഫ് ഡാമേജ് ദാറ്റ് മേ ടേക്ക് എ ലോങ് ടൈം ടു റിപ്പയർ. അതായത് കുടുംബാംഗങ്ങൾ ഒരു കാര്യം ഓർക്കണം. കുടി മൂലം അവൻ വരുത്തിയിട്ടുള്ള ഡാമേജ് ദാറ്റ് മേ ടേക്ക് എ ലോങ് ടൈം ടു റിപ്പയർ. അവൻ കുടുംബത്തിൽ വരുത്തിയിട്ടുള്ള ഡാമേജുകൾ റിപ്പയർ ചെയ്യാനായിട്ട്, പരിഹരിക്കാനായിട്ട് ഒരു വലിയ കാലമെടുത്തേക്കാം. ഇഫ് ദേ സെൻസ് ദിസ് തിങ്സ്, അവർക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെങ്കിൽ ദേ വിൽ ബി മോർ അണ്ടർസ്റ്റാൻഡിങ്. അവർ കൂടുതൽ അവനെ കൂടുതൽ മനസ്സിലാക്കണം. അബൌട്ട് ഹിസ് പീരിയഡ്സ് ഓഫ് ക്രാക്ക്നെസ് ഓർ ഡിപ്രഷൻ. അവന്റെ നിരാശ വരുന്ന, അവന്റെ ഈ പറയുന്ന വിള്ളലുകൾ, അവന്റെ ഇമോഷണൽ ആയിട്ടുള്ള വിള്ളലുകൾ അവർ മനസ്സിലാക്കിയെടുക്കണം. ആൻഡ് ദോസ് പീരിയഡ്സ് വിൽ ഡിസപ്പിയർ വെൻ ദർ ഈസ് ടോളറൻസ്, ലവ് ആൻഡ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഇത്തരം വിള്ളലുകൾ, ഇത്തരം അവന്റെ നിരാശകൾ അകന്നു പോകും. എങ്ങനെയാകുമ്പോൾ? കുടുംബാംഗങ്ങൾ സ്നേഹത്തിലും സഹനത്തിലും ആത്മീയ അടിസ്ഥാനത്തിലും ജീവിക്കുമ്പോൾ. ഡാഡ് ഓൾസോ നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഈ പറയുന്ന ഡാഡും ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ദാറ്റ് ഹീ ഈസ് മോസ്റ്റ്ലി ടു ബ്ലെയിം ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ് അറ്റ് ഹോം. അവനെപ്പോഴും കുടുംബത്തിലുണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഹി മേ നോട്ട് ബി ഏബിൾ ടു മേക്ക് തിങ്സ് റൈറ്റ് ഇൻ ഹിസ് ലൈഫ് ടൈം. ചിലപ്പോൾ ഒരു പക്ഷേ അവന്റെ ജീവിതകാലം മുഴുവൻ ഇത്തരം കാര്യങ്ങളൊന്നും ശരിയാക്കാൻ പറ്റാതെ അവൻ വേവലാതിപ്പെട്ടേക്കാം. ബട്ട് ഹി നീഡ്സ് ടു സീ ദ ഡേഞ്ചർ ഓഫ് ഗെറ്റിംഗ് ഒബ്സസ്ഡ് വിത്ത് മണി. അതായത് അവൻ പലപ്പോഴും ഈ പറയുന്ന പണം കൂടുതൽ സമ്പാദിക്കുന്ന, ഗെറ്റിംഗ് ഒബ്സസ്ഡ് വിത്ത് മണി, ഒരുപാട് പണം കയ്യിൽ വരുന്നതിൻ്റെ അപകടാവസ്ഥ
അവൻ കാണുന്നുണ്ട്. മെനി ഓഫ് അസ്, നമ്മളിൽ പലർക്കും ഹാസ് റിക്കവേർഡ് ഫിനാൻഷ്യലി, പലപ്പോഴും സാമ്പത്തികമായിട്ട് മോചനം സംഭവിച്ചവരാണ്. ബട്ട് വി കുഡ് നോട്ട് മേക്ക് മണി അവർ പ്രിയോറിറ്റി. പക്ഷേ ഒരിക്കലും പണത്തെ നമ്മൾ മുൻസ്ഥാനത്ത് കൊണ്ടുവരുന്നില്ല. ഫോർ അസ് മെറ്റീരിയൽ വെൽബീയിങ് ഓൾവേസ് ഫോളോഡ് സ്പിരിച്വൽ പ്രോഗ്രസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയുടെ പുറകെയാണ് ഈ പറയുന്ന ഭൗതിക നേട്ടങ്ങൾ വരുന്നത്. ഇറ്റ് നെവർ ബിക്കെയിം ഫസ്റ്റ്. ഒരിക്കലും ഭൗതിക നേട്ടങ്ങൾ ആദ്യമേ വരുന്നില്ല. അടുത്തത് വായിക്കേണ്ടത് അവോയ്ഡിങ് റിസെന്റ്മെന്റ്സ്. റോമൻ. അവോയ്ഡിങ് റിസൈൻമെന്റ്. വീടാണ് ഏറ്റവും അധികം കഷ്ടപ്പെട്ടത് എന്നുകൊണ്ട് ഒരാൾ തൻ്റെ എല്ലാ കഠിനാധ്വാനവും സ്വയം അവിടെ ചെയ്യുക എന്നതായിരിക്കും നല്ല കാര്യം. തൻ്റെ തന്നെ സ്വന്തം ക്രൂരതയ്ക്ക് താഴെ കൂരയ്ക്ക് താഴെ നിസ്വാർത്ഥയും സ്നേഹവും കാണിക്കാൻ കഴിയാത്ത ഒരാൾ മറ്റൊരു ദിശയിലും അധികം മുന്നോട്ടും പോകാനിടയില്ല. ഇടപഴകാൻ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന തരത്തിലുള്ള ഭാര്യമാരും കുടുംബാംഗങ്ങളും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ മദ്യപാന രോഗത്തിൽ നിന്നും മോചനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഓർക്കേണ്ടത് അവരെയൊക്കെ അങ്ങനെ ആക്കിത്തീർത്തത് അയാളാണ് എന്ന കാര്യമാണ്. അവർ സംശയിക്കുന്നത് പോലെ അയാൾ സമനിലയില്ലാത്ത അവസ്ഥയിലായിരിക്കണമെന്നില്ല. ഞങ്ങളിൽ പലരും പല കുടുംബനാഥന്മാരുടെയും പാർശ്വോന്മാദാവസ്ഥ അനുഭവിച്ചിട്ടുണ്ട്. കാലങ്ങളോളം ഭക്ഷണമില്ലാതെ വയറ് മുറുക്കി കെട്ടി മെലിഞ്ഞ് അവശനായ ഒരാൾക്ക് ഒരു സ്വർണ്ണഖനി കൈവന്നതുപോലുള്ള ഒരനുഭവമായിരുന്നു ഞങ്ങളിൽ പലർക്കും ആത്മീയത. ഒരു ആജീവനാന്ത സംഭ്രാന്തിയിൽ നിന്നുള്ള മോചനത്തിന്റെ സന്തോഷം അതിരില്ലാത്തതായിരുന്നു. കുടുംബത്തിന് സ്വർണത്തെക്കാൾ വലിയ എന്തിലോ താൻ കടന്നു പിടിച്ചിരിക്കുന്നതായി തോന്നി. അയാൾക്ക് ലഭിച്ച ആ പുതിയ നിധി തന്നെത്താൻ കെട്ടിപ്പിടിക്കാൻ അയാൾ ശ്രമിച്ചേക്കാം. തുടക്കത്തിൽ അയാൾ ഒരു പക്ഷേ അറിയാത്ത ഒരു കാര്യമുണ്ട്. അളവില്ലാത്ത തോതിലും ഇനിയുള്ള കാലം താൻ തൻ്റെ ജീവിതകാലം മുഴുവൻ അന്വേഷിച്ച് ചെല്ലേണ്ടതുണ്ട്. ആ അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്നതൊക്കെയും മറ്റുള്ളവർക്കായി നൽകിക്കൊണ്ടിരിക്കെ ഒരു വിചിത്രമായ വസ്തുവിനെയാണ് താൻ കഷ്ടപ്പെട്ട് അള്ളിപ്പിടിച്ചിരിക്കുന്നതെന്ന്. കുടുംബാംഗങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ വിഫലമായ മൂല്യബോധം മൂലമാണ് താൻ കഷ്ടപ്പെടുന്നത് എന്ന് കുടുംബനാഥനെ വൈകാതെ കണ്ടെത്താൻ കഴിയുന്നു. അയാളുടെ ആത്മീയതയിൽ കുടുംബപരമായ ബാധ്യതകൾ ഉൾക്കൊള്ളാതിരിക്കുന്നിടത്തോളം കാലം അത് ഒരു പൂർണ്ണാവസ്ഥയിൽ തന്നെ തുടരും. കുടുംബനാഥന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം അയാളുടെ പുരോഗതിയുടെ ഒരു ഘട്ടമാണ് എന്ന് കുടുംബാംഗങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ എല്ലാം ശരിയാകും. വിദ്വേഷം നിറഞ്ഞ ഒരു കുടുംബത്തിലെ ഓരോ അംഗവും തൻ്റെ കുറവുകൾ സ്വയം കാണാൻ തുടങ്ങുകയും അത് മറ്റുള്ളവരോട് തുറന്ന് സമ്മതിക്കാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ പ്രയോജനപ്രദമായ ഓരോ ചർച്ചയ്ക്ക് അയാൾ അടിത്തറയിടുന്നു. ചൂടുപിടിച്ച വാദപ്രതിവാദങ്ങളോ സ്വയം സഹതാപമോ സ്വയം ന്യായീകരണമോ വിദ്വേഷം കലർന്ന വിമർശനമോ കൂടാതെയാണ് ഇത്തരം കുടുംബ ചർച്ചകൾ നടത്തുന്നതെങ്കിൽ അവ ക്രിയാത്മകമായിരിക്കും. കുറേശ്ശെയായി അമ്മയ്ക്കും കുട്ടികൾക്കും തങ്ങൾ വേണ്ടതിലധികമാണ് ആവശ്യപ്പെടുന്നതെന്ന് തോന്നിത്തുടങ്ങും. അച്ഛനാകട്ടെ താൻ വളരെ കുറവാണ് നൽകുന്നതെന്നും തോന്നിത്തുടങ്ങും. വാങ്ങിച്ചെടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതായി തീരും ഓരോരുത്തരെയും നയിക്കുന്ന തത്വം. ഇനി മറ്റൊരു രീതിയിലുള്ള കാര്യമെടുക്കാം. അച്ഛന് ഒറ്റയടിക്ക് തുടക്കത്തിൽ തന്നെ ഒരു ആത്മീയമായ ഉണർവുണ്ടാകുന്നു എന്ന് വയ്ക്കുക. ഒറ്റ ദിവസം കൊണ്ട് പലപ്പോഴും അതങ്ങനെയാണ്. അയാൾ മറ്റൊരാളായി തീരുന്നു. അയാൾ ആവേശഭരിതരായ രീതിയിൽ മതനിഷ്ഠയുള്ളവനായി മാറുന്നു. മറ്റൊന്നിലേക്കും അയാളുടെ ശ്രദ്ധ തിരിച്ചുവിടുവാൻ അയാൾ കഴിയുന്നില്ല. അയാളുടെ സുബോധാവസ്ഥ ഒരു നിത്യാനുഭവമായി മാറുമ്പോൾ കുടുംബാംഗങ്ങൾ തങ്ങളുടെ വിചിത്രനായ കുടുംബനാഥനെ തെല്ലു ഭയത്തോടെയും പിന്നെ അസഹ്യതയോടെയും കൂടി കാണാൻ തുടങ്ങുന്നു. ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരം രാവിലെയും ഉച്ചയ്ക്ക് രാത്രിയിലുമൊക്കെ നടക്കും. ദൈവത്തെ വളരെ തിരക്കിട്ടു കണ്ടെത്തണമെന്ന് അയാൾ കുടുംബാംഗങ്ങളോട് ആവശ്യപ്പെട്ടെന്നിരിക്കും. അതുമല്ലെങ്കിൽ താൻ ഭൗതിക പരിഗണനകൾക്ക് അതീതനാണ് എന്ന് പറയുകയും അവരോടെല്ലാം അത്ഭുതകരമായ പരിഗണന കാണിക്കുകയും ചെയ്തേക്കാം. വളരെ ഏറെ മതനിഷ്ഠയോടെ ജീവിതം നയിക്കുന്ന കുടുംബനാഥയോട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എന്തെന്ന് അവർക്കറിഞ്ഞുകൂടെന്ന് അയാൾ പറഞ്ഞേക്കാം. തൻ്റേതുപോലുള്ള ആത്മീയ നിലപാട് സ്വീകരിക്കാൻ ഇനിയും സമയമുണ്ടെന്നും പറഞ്ഞേക്കാം. അവോയ്ഡിങ് റിസെന്റ്മെന്റ്. നമ്മൾ നീരസം എങ്ങനെ ഒഴിവാക്കുന്നു? Since family life has suffered more than anything else, alcoholics are wise to work hard to fix things at home. അതായത് തങ്ങളുടെ കുടുംബത്തിലെ ഈ പറയുന്ന കാര്യങ്ങളെ ഫിക്സ് ചെയ്യാനായിട്ട് അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യും. കാരണം കുടുംബജീവിതം എന്ന് പറയുന്നത് കുറച്ച് സഹനത്തോടുകൂടി ഉൾപ്പെട്ടതാണ്. മറ്റുള്ള കാര്യങ്ങളെക്കാൾ എന്ത് കാര്യങ്ങളെക്കാൾ ഉപരിയായി സഹനം കൂടി ഉൾപ്പെട്ടതാണ്. വൈസ് ടു വർക്ക് ഹാർഡ് ടു ഫിക്സ് തിങ്സ് അറ്റ് ഹോം. കുടുംബത്തിലെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി അവൻ കൂടുതൽ കഠിന പ്രയത്നം ചെയ്യും. ദേ വോണ്ട് മേക്ക് പ്രോഗ്രസ് എൽസ്വെയർ
ഒരു പക്ഷേ അതൊരു പക്ഷേ ഒരു തരത്തിലും പ്രോഗ്രസ് അതായത് പുരോഗതി ഇല്ല എങ്കിലും ഇഫ് ദേ കാൺ ഷോ അൺസെൽഫിഷ്നെസ് ആൻഡ് ലവ് അണ്ടർ ദെയർ ഓൺ റൂഫ്സ്. അപ്പോൾ അവർക്കൊരിക്കലും അൺസെൽഫിഷ്നെസ് അല്ലെങ്കിൽ സ്വാർത്ഥതയില്ലായ്മയും സ്നേഹവും അവരുടെ ആ കുടുംബത്തിന്റെ റൂഫിനുള്ളിൽ അല്ലെങ്കിൽ മേൽക്കൂരയ്ക്ക് കീഴെ കാണാൻ കഴിയില്ല. അതായത് പുരോഗതി ദേ വോണ്ട് മേക്ക് പ്രോഗ്രസ്. പുരോഗതി പ്രാപിച്ചില്ലെങ്കിൽ വി നോ there are difficult partners and families. ഞങ്ങൾക്കറിയാം അവിടെ ചില പാർട്ട്നേഴ്സ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുടുംബങ്ങളും ഉണ്ട്, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പാർട്ട്നേഴ്സും ഉണ്ട് അല്ലെങ്കിൽ ദമ്പതികളും ഉണ്ട്. ബട്ട് എ പേഴ്സൺ ഗെറ്റിംഗ് ഓവർ ആൽക്കഹോളിസം, പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഒരാൾ അവന്റെ മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടുന്നതിനായി മസ്റ്റ് റിമെമ്പർ, തീർച്ചയായും ഓർക്കണം, ദേ പ്ലേഡ് എ പാർട്ട് ഇൻ മേക്കിംഗ് ദെയർ ഓൺ ഫാമിലീസ് ബിക്കം ഡിഫിക്കൽട്ട്. അതായത് ഇത്തരം ഫാമിലികൾ അവനെ ബുദ്ധിമുട്ടിലാക്കിയാല് പ്ലേഡ് അവര് കളിക്കുന്നത് ഇത്തരം റിക്കവറിയിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പാർട്ടായിട്ടാണ് അവർ കളിക്കുന്നത്. വെൻ ഫാമിലി മെമ്പേഴ്സ് സ്റ്റാർട്ട് ടു സീ ദെയർ ഓൺ മിസ്റ്റേക്സ്, അതായത് കുടുംബാംഗങ്ങൾ അവരുടെ സ്വന്തം തെറ്റുകൾ കണ്ടുപിടിച്ചാൽ ആൻഡ് അഡ്മിറ്റ് ദം ആൻഡ് ടു ദി അതേഴ്സ്, അത് പലപ്പോഴും മറ്റുള്ളവരോട് സമ്മതിച്ചു കഴിഞ്ഞാൽ ദേ pave the way for helpful discussion. അതായത് പാതയിലേക്കുള്ള വഴി നിർമ്മിക്കുന്ന പോലെയാണ് പാവ് ദ വേ ഫോർ ഹെൽപ്ഫുൾ ഡിസ്കഷൻസ്. അതായത് സഹായകരമായിട്ടുള്ള ഒരു ചർച്ചയിലേക്കുള്ള വഴി പാകുന്നത് പോലെ തന്നെയാണ് അവരുടെ സ്വന്തം തെറ്റുകൾ കണ്ടുപിടിക്കുകയും മറ്റുള്ളവരോട് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ദ മോസ്റ്റ് യൂസ്ഫുൾ ഫാമിലി ടോക്സ് വിൽ ടേക്ക് പ്ലേസ് വിത്തൗട്ട് ആംഗ്രി ആർഗ്യുമെന്റ്സ്. അതായത് പലപ്പോഴും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള നല്ല ഒരു ചർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടുള്ള വാഗ്വാദങ്ങളിലൂടെയോ സ്വയം സഹതാപത്തിലൂടെയോ എക്സ്ക്യൂസസ് ന്യായീകരണങ്ങളിലൂടെയോ ഓർ റിസൺഫുൾ ക്രിറ്റിസിസം നീരസം നിറഞ്ഞ വിമർശനത്തിലൂടെയൊന്നും ആയിരിക്കില്ല. ലിറ്റിൽ ബൈ ലിറ്റിൽ, വളരെ ചെറുതായിട്ട് മമ്മ ആൻഡ് ദ ചിൽഡ്രൻ, മാതാവും മക്കളും വിൽ റിയലൈസ് ദേ ആർ ആസ്കിങ് ഫോർ ടു മച്ച്. അവർ മനസ്സിലാക്കും അവര് പലപ്പോഴും ആവശ്യപ്പെടുന്നത് ധാരാളമാണ്. ഡാഡ് വിൽ സീ ഹി ഈസ് ഗിവിംഗ് ദം ടു ലിറ്റിൽ. പലപ്പോഴും കുടുംബത്തിലെ ഈ അംഗം അല്ലെങ്കിൽ മോചനത്തിലേക്ക് നടന്നെടുക്കുന്ന ഈ അംഗം പലപ്പോഴും ചിന്തിക്കുന്നത് തന്റെ കുടുംബത്തിലേക്ക് ഞാൻ വളരെ ചെറിയ കാര്യങ്ങളെ കൊടുക്കുന്നു. ഗീവിംഗ് റാദർ ദാൻ ഗെറ്റിംഗ് വിൽ ബിക്കം ദെയർ ഷെയർഡ് ഗോൾസ്. പലപ്പോഴും കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായി എന്റെ പങ്ക് ഞാൻ എടുക്കുന്നത്, ചെറിയ പങ്ക് എനിക്ക് അവകാശപ്പെടുന്നുള്ളൂ, പക്ഷെ ഞാൻ കൂടുതൽ പങ്ക് എടുക്കുന്നതായി അവന് തോന്നും. നൗ അതായത് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഷെയർഡ് ഗോൾ, അതായത് ആവശ്യമുള്ള ലക്ഷ്യങ്ങളിലെ കൂടുതൽ പങ്ക് ഞാൻ എടുക്കുന്നു എന്നതായി അവന് തോന്നും. നൗ ഇമാജിൻ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഭാവനയിൽ ആലോചിച്ചു നോക്കൂ. ഡാഡ് ഹാസ് ഹാഡ് എ ലൈഫ് ചേഞ്ചിങ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അതായത് പിതാവിന് ഒരു മോചനത്തിനുള്ള ഒരു ജീവിതത്തിലെ പുതിയ മാർഗത്തിലേക്കുള്ള പുതിയ ജീവിതത്തിലേക്കുള്ള ഒരു ആത്മീയ അനുഭവം ഉണ്ടായിട്ടുണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഹിസ് റിക്കവറി. ഒരു പക്ഷേ അവന്റെ മോചനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇറ്റ് മേ സീംസ് ലൈക്ക് ഹി ഹാസ് ചേഞ്ച്ഡ് ഓവർനൈറ്റ്. ഒരു അർദ്ധരാത്രി കൊണ്ട് തന്നെ അവൻ മോചിക്കപ്പെട്ടതുപോലെ കാണപ്പെടും. ഹി ബിക്കേംസ് വെരി റിലീജിയസ്. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും അവൻ വളരെയധികം മതപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നതായിട്ട്. ഹി കനോട്ട് ഫോക്കസ് ഓൺ ഓർ ടോക്ക് അബൌട്ട് എനിത്തിങ് എൽസ്. അവൻ ഒരിക്കലും ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല, ഒരു കാര്യവും ലക്ഷ്യം വെക്കുന്നില്ല എന്ന് തോന്നിക്കളയാം. വൺസ് ഹിസ് സോബറിറ്റി ബിക്കം നോർമൽ, ഒരു പക്ഷേ അവന്റെ സ്വഭാവാവസ്ഥ വളരെ സാധാരണ മട്ടിലാകുമ്പോൾ ദ ഫാമിലി മേ ലുക്ക് അറ്റ് ദെയർ സ്ട്രേഞ്ച് ന്യൂ ഡാഡ് നെർവസ്ലി. ഒരു പക്ഷേ വളരെ അപരിചിതത്വം നിറഞ്ഞ തരത്തിൽ പെരുമാറുന്ന ഈ പിതാവിനോട് വളരെയധികം അശ്രദ്ധമായിട്ട് അല്ലെങ്കിൽ നെർവസ്ലി, വളരെ അപക്വമായിട്ട്, അല്ലെങ്കിൽ അവന്റെ ഞരമ്പിനെ ബാധിക്കുന്ന രീതിയിൽ പെരുമാറാനായിട്ടുള്ള ഒരു നോട്ടം നോക്കും. ലേറ്റർ ദേ മേ ഫീൽ അനോയ്ഡ് വിത്ത് ഹിം. പലപ്പോഴും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവനുമായിട്ട് ചില ദേഷ്യം അവർക്ക് ഉള്ളിൽ വരും. ഹി ടോക്സ് അബൌട്ട് സ്പിരിച്വൽ മാറ്റേഴ്സ് മോർണിംഗ്, നൂൺ ആൻഡ് നൈറ്റ്. പലപ്പോഴും അവൻ രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ആത്മീയ കാര്യങ്ങളെ പറ്റി സംസാരിക്കും. ഹി മേ ഇൻസിസ്റ്റ് ദാറ്റ് എവരി വൺ ഇൻ ദ ഫാമിലി ഫൈൻഡ് ഗോഡ് ഫോർ ദംസെൽവ്സ് ആൻഡ് ഫാസ്റ്റ്. വളരെ വേഗത്തിൽ തന്നെ അവർ ദൈവത്തെ കണ്ടെത്തണമെന്നും അവരെ പ്രേരിപ്പിക്കുകയും കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ അവൻ പ്രേരിപ്പിക്കും. ഓർ ഹി മേ സീം ലൈക്ക് ഹി ഡസന്റ് കെയർ അബൌട്ട് ദം അറ്റ് ഓൾ. ചിലപ്പോൾ അവന് ആരെയും
താൻ ശ്രദ്ധിക്കുന്നില്ല എന്ന തരത്തിൽ അവൻ പെരുമാറും. ആൻഡ് ആക്ട് ലൈക്ക് ഹി ഈസ് ബെറ്റർ ദാൻ എവരിവൺ എൽസ്. ചില സമയത്ത് അവൻ എല്ലാവരേക്കാളും നല്ലവനെ പോലെ അവൻ പെരുമാറും. ഹി മേ ടെൽ മം ദാറ്റ് ഷീ ഡസൻറ്റ് നോ വാട്ട് റിലീജിയൻ ഈസ് ഓൾ അബൌട്ട്. പലപ്പോഴും തൻ്റെ ഭാര്യയോട് അവൻ, അല്ലെങ്കിൽ കുടുംബത്തിലെ അമ്മയോട് അവൻ പറയും, നിനക്ക് മതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, അതിനെ പറ്റിയുള്ള മൊത്തം കാര്യങ്ങൾ നിനക്ക് അറിയത്തില്ല. ഈവൻ ഇഫ് ഷീ ഈസ് ബീൻ റിലീജിയസ് ഓൾ ഓവർ ഹർ ലൈഫ്. ഒരു പക്ഷേ അവൾ ഈ മതപരമായ വിശ്വാസങ്ങളിൽ അവളുടെ ജീവിതം മുഴുവൻ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അവൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറയും. വെൻ ഡാഡ് ആക്ട്സ് ദിസ് വേ, പലപ്പോഴും പിതാവ് ഇങ്ങനെ പെരുമാറുമ്പോൾ ദ ഫാമിലി മേക്ക് റിയാക്ട് ആംഗ്രിലി. പലപ്പോഴും ദേഷ്യത്തിൽ അവർ തിരിച്ചു പ്രതികരിക്കും. ദ മേ ബി ജലസ്. അവർ ജലസ് ഓഫ് എ ഗോഡ്. അവർ ദൈവത്തോട് അവരാകും. ഹു ഹാസ് സ്റ്റോളൻ ഡാഡ്സ് അറ്റൻഷൻ ആൻഡ് ലവ്. ആരാണോ തങ്ങളുടെ ശ്രദ്ധയും തങ്ങളുടെ സ്നേഹവും മോഷ്ടിച്ചു കൊണ്ടുപോയ ദൈവത്തോട് പോലും അവർക്ക് അസൂയുള്ളവരായി മാറും. ദേ ഫീൽ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഹി സ്റ്റോപ്ഡ് ഡ്രിങ്കിങ്. അവർ പലപ്പോഴും ഡാഡിയുടെ ഈ പറയുന്ന കുടി നിർത്തിയതിൽ അവർ പലപ്പോഴും വളരെ സന്തുഷ്ടിയുള്ളവരായി തീർന്നുവെങ്കിലും ബട്ട് ദേ മൈറ്റ് നോട്ട് ലൈക്ക് ദാറ്റ് എ ഹയർ പവർ കുഡ് ഹീൽ ഡാഡ് വെൻ ദേ കുഡ് നോട്ട്. അതായത് തങ്ങൾ സുഖപ്പെടുത്താൻ സാധിക്കാത്ത, അല്ലെങ്കിൽ തങ്ങൾ സുഖപ്പെടുത്താത്ത ഒരു ഡാഡിയെ എങ്ങനെയാണ് ഈ ഹയർ പവർ, ഉന്നത ശക്തി സുഖപ്പെടുത്തിയത് എന്ന് വിചാരിച്ച് അവർ വളരെയധികം അസൂയാലുക്കൾ പോലുമാകും. ദേ ഫോർഗോട്ട് ദാറ്റ് നോ ഹ്യൂമൻ പവർ കുഡ് ഹെൽപ്പ് ഹിം. അവർ പലപ്പോഴും അവരെ പലപ്പോഴും ഈ മനുഷ്യശക്തിക്ക് അവനെ രക്ഷിക്കാനോ സാധിക്കില്ല എന്നുള്ള കാര്യം അവർ മറക്കും. ദേ മൈറ്റ് നോട്ട് സീ വൈ ദെയർ ലവ് ഡിഡ്ന്റ് സേവ് ഹിം. അവർക്ക് പലപ്പോഴും തങ്ങളുടെ സ്നേഹം എന്തുകൊണ്ടാണ് അവനെ രക്ഷിക്കാണ്ടിരുന്നത് എന്നത് കാര്യം കാണാതെ പോകും. They might not see why their love didn't save him. എന്തുകൊണ്ടാണ് തങ്ങളുടെ സ്നേഹം അവനെ രക്ഷിക്കാതിരുന്നത് എന്ന് അവർക്ക് തോന്നിപ്പോകും. Their jealousy might turn another way. പലപ്പോഴും അവരുടെ അസൂയ മറ്റു ഫലങ്ങളിലേക്ക് പോകും. Dad isn't so spiritual after all, they say. പലപ്പോഴും അവർ പറയും, ഡാഡ് പലപ്പോഴും ആത്മീയമായിട്ടുള്ള അടിസ്ഥാനത്തിൽ ജീവിക്കുന്നില്ല. ഇഫ് ഹി ഈസ് ഗോയിങ് ടു റൈറ്റ് ഹിസ് പാസ്റ്റ് റോങ്സ്, അതായത് അവന്റെ ഭൂതകാലത്തെ തെറ്റുകൾ അവൻ തിരുത്തുന്നില്ല. വൈ ഈസ് ഹി ഫോക്കസ്ഡ് ഓൺ എവരി വൺ ഇൻ ദ വേൾഡ് എക്സെപ്റ്റ് ഹിസ് ഫാമിലി. അവന്റെ പഴയകാല ജീവിതത്തിലെ തെറ്റുകൾ അവൻ ശരിയാക്കുന്നില്ല. അത് മാത്രമല്ല, ഈ ലോകത്തിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അവന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവർ പരാതി പറയും. Then he says that God will take care of them. പലപ്പോഴും അവൻ പറയും, കുടുംബത്തിന്റെ കാര്യം ദൈവം നോക്കിക്കോളും. They start to think dad is losing his mind. പലപ്പോഴും ഡാഡിന് ഭ്രാന്ത് പിടിച്ചോ എന്ന് പോലും, അവന്റെ മാനസിക നില തകർന്നോ എന്ന് പോലും അവർ ചിന്തിച്ചു പോകും. ഹി ഈസ് നോട്ട് ആസ് അൺബാലൻസ്ഡ് ആസ് ദേ മൈറ്റ് തിങ്ക്. അവൻ ഒരിക്കലും അവർ ചിന്തിക്കുന്നത് പോലെ അൺബാലൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ബാധിച്ച ഒരാളല്ല. മെനി ഓഫ് us ഹാവ് എക്സ്പീരിയൻസ്ഡ് ഡാഡ്സ് ജോയ്സ് ആൻഡ് ബ്ലിസ്. അതായത് പല കുടുംബാംഗങ്ങളും ഈ പറയുന്ന ഡാഡിയുടെ സന്തോഷത്തിലും അവന്റെ ഈ പറയുന്ന അനുഗ്രഹത്തിലും അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. വി ഹാവ് ഫെൽറ്റ് സ്പിരിച്വൽ ഇൻടോക്സിക്കേഷൻ. പലപ്പോഴും നമുക്ക് ഈ പറയുന്ന ആത്മീയപരമായിട്ടുള്ള ഒരു ഇൻടോക്സിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ലൈക്ക് എ സ്കിന്നി സ്റ്റാർവിംഗ് ഗോൾഡ് മൈനർ ഹു ഹാസ് ജസ്റ്റ് സ്ട്രക്ക് ഗോൾഡ്. പലപ്പോഴും ഒരു ഗോൾഡ് മൈനറിന് അവന് പെട്ടെന്ന് തന്നെ ഒരു സ്വർണ്ണഖനി കയ്യിൽ കിട്ടുകയാണെങ്കിൽ അവൻ എന്താണ് തോന്നുക, അതായത് വളരെ നേരിയ തോതിൽ അല്ലെങ്കിൽ ചെറിയ തോതിൽ സ്വർണം ലഭിച്ചിരുന്ന ഒരു ഗോൾഡ് മൈനർക്ക്, അല്ലെങ്കിൽ ഗോൾഡ് കുഴിച്ചെടുക്കുന്ന വ്യക്തിക്ക് ഒരു പറ്റം ഗോൾഡ് കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വി ഫീൽ an ending joy once you are free from or frustrating lives. അതായത് നമുക്ക് തോന്നും ഇത്തരം അൺഎൻഡിങ് ജോയ്, അതായത് ഇത്തരം സന്തോഷങ്ങൾ അവസാനിക്കുന്ന വൺസ് വി ആർ ഫ്രീ ഫ്രം അവർ ഫ്രസ്ട്രേറ്റിംഗ് ലൈഫ്സ്. അതായത് നമ്മളുടെ ജീവിതത്തിലെ ഇത്തരം ഫ്രസ്ട്രേറ്റിംഗ് അല്ലെങ്കിൽ ഉത്കണ്ഠകൾ അവസാനിപ്പിച്ചാൽ നമുക്ക് ഈ പറയുന്ന സന്തോഷം കിട്ടുമെന്ന് നമ്മൾ പലരും ചിന്തിക്കും. ഡാഡ് ഫീൽസ് ലൈക്ക് ഹി ഹാസ് സ്റ്റക്ക് സംതിങ് ബെറ്റർ ദാൻ ഗോഡ്. പലപ്പോഴും ഈ പറയുന്ന ഡാഡ് പലപ്പോഴും ഇത്തരം സ്വർണത്തെക്കാൾ ഉപരിയായി മറ്റു പലരിലും പറ്റിപ്പിടിച്ചിരിക്കാൻ ശ്രമിക്കും. ഫോർ എ വൈൽ, കുറെ കാലത്ത് he may try to keep the treasures to himself. പലപ്പോഴും ഈ സന്തോഷങ്ങൾ അവന് സ്വന്തമായി വെക്കാൻ അവൻ ശ്രമിക്കും. He doesn't see that he has access to an endless supply of riches. പലപ്പോഴും അവന് ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ കൊടുക്കാൻ, അല്ലെങ്കിൽ വളരെ വളരെ അധികം കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ട് അവൻ കാണുന്നില്ല. റിച്ചസ് that will only make him wealthy if he minds for the rest of his life and gives it all away.
അപ്പോ ഇത്തരം സ്വർണ്ണഖനി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സന്തോഷങ്ങളും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സന്തുഷ്ടിയും അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യം അവൻ ചിന്തിക്കുന്നില്ല. മറ്റൊരു കാര്യം എന്നുള്ളത് റിച്ചസ്, അതായത് ഇത്തരം ധനികത അവന് ധനികനാക്കും. ഹി മൈൻഡ്സ് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ഗിവ്സ് ഇറ്റ് ഓൾ വേ. അതായത് എല്ലാ സമയത്തും അവൻ ഇത്തരം സ്വർണ്ണങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ അവന് സന്തോഷമുണ്ടോ എന്നുള്ള കാര്യം കൊണ്ട് അവനിത് എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് അവൻ തോന്നുന്നില്ല. ഇഫ് ദ ഫാമിലി ഈസ് പേഷ്യന്റ്, ഫാമിലി അതായത് കുടുംബാംഗങ്ങൾ വളരെ ക്ഷമയോടെ ഇരുന്നാൽ ഡാഡ് വിൽ സീ ദാറ്റ് ഹി ഈസ് ടേക്കിംഗ് ഹിസ് ന്യൂ ബിലീഫ്സ് ടു ഫാർ. അപ്പം അവന്റെ ഈ പറയുന്ന പുതിയ വിശ്വാസങ്ങൾ ടേക്കിംഗ് ഹിസ് ന്യൂ ബിലീഫ്, പുതിയ വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നതായി കാണാൻ പറ്റും. ഹി വിൽ നോ ദാറ്റ് ഹിസ് സ്പിരിച്വൽ ഗ്രോത്ത് കനോട്ട് ടേക്ക് ഓവർ ഹിസ് ലൈഫ്. അപ്പം എ സ്പിരിച്വൽ ലൈഫ് ദാറ്റ് ഡസന്റ് ഇൻക്ലൂഡ് ഹിസ് ഫാമിലി മൈറ്റ് നോട്ട് ബി സോ പെർഫെക്റ്റ് ആഫ്റ്റർ ഓൾ. അപ്പോൾ അവന്റെ കുടുംബത്തിലെ അംഗങ്ങൾ ഉൾപ്പെടാത്ത ഒരു ആത്മീയ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണതയില്ലാത്തതാണ് എന്ന് അവൻ മനസ്സിലാക്കും. അപ്പോൾ അവൻ ഈ പറയുന്ന ആത്മീയ വളർച്ച ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാവും. ഇഫ് ദ ഫാമിലി ക്യാൻ അക്സെപ്റ്റ് ദിസ് ദാറ്റ് ബിഹേവിയർ ഈസ് ജസ്റ്റ് ഫേസ് ഇൻ ഹിസ് ജേർണി, ഇറ്റ് വിൽ പാസ്. അതായത് ഇത്തരം ഒരു ആത്മീയ വളർച്ച അല്ലെങ്കിൽ ഒരു ആത്മീയ ഉണർവ് എന്ന് പറയുന്നത് അവന്റെ ഈ പറയുന്ന യാത്രയുടെ ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക്, ഇഫ് ദ ഫാമിലി ക്യാൻ അക്സെപ്റ്റ് ദാറ്റ് ബിഹേവിയർ ഈസ് ജസ്റ്റ് ഫേസ്, അല്ലെങ്കിൽ ഒരു ഘട്ടം മാത്രമാണ്, അല്ലെങ്കിൽ യാത്രയുടെ ഒരു ഘട്ടം മാത്രമാണ് എന്ന് പറയുമ്പോൾ ഫാമിലി അക്സെപ്റ്റ് ചെയ്യണം. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സിമ്പത്തറ്റിക് ഫാമിലി വിൽ ഹെൽപ്പ് ഡാഡ് ഗ്രോ ബിയോണ്ട് ദിസ് സ്റ്റേജ്. അതായത് വളരെ അനുകമ്പയും അല്ലെങ്കിൽ മനസ്സിലാക്കലുമുള്ള കുടുംബാംഗങ്ങൾ ഡാഡിന്റെ ഈ പുരോഗതിയിൽ അല്ലെങ്കിൽ കുടുംബനാഥന്റെ ഈ പുരോഗതി മനസ്സിലാക്കുകയും സഹായകരമായി പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന അവോയ്ഡിങ് റിസെറ്റ്മെന്റ്സ്, അതായത് നീരസത്തിനെ എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള ഭാഗം പറഞ്ഞുകൊണ്ട് പറയുന്നത്. അടുത്ത ഭാഗം ദ റിസ്ക് ഓഫ് കണ്ടിന്യൂഡ് ഫാമിലി ക്രിറ്റിസിസം. ദ റിസ്ക് ഓഫ് കണ്ടിന്യൂസ് ഫാമിലി ക്രിറ്റിസിസം. കുടുംബനാഥൻ ഇത്തരമൊരു നിലപാടെടുക്കുമ്പോൾ കുടുംബാംഗങ്ങൾ പ്രതികൂലമായി പ്രതികരിച്ചേക്കാം. അച്ഛന് തങ്ങളോടുള്ള സ്നേഹം മുഴുവൻ ചോർത്തിക്കളഞ്ഞ ഒരു ദൈവത്തെക്കുറിച്ച് അവർ അസൂയാലുക്കളായേക്കും. അയാൾ തുടർന്നും കുടിക്കുന്നില്ല എന്ന കാര്യത്തിൽ കൃതജ്ഞത ഉള്ളവരാകുമെങ്കിലും അവർ പോലും പരാജയപ്പെട്ടിടത്ത് ഈ ആഗ്രഹം സഫലമാക്കിയത് ദൈവമാണെന്ന ആശയം അവർ ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ മനുഷ്യ സഹായത്താൽ രക്ഷപ്പെടുത്താൻ ആവാത്ത സ്ഥിതിക്ക് അപ്പുറമായിരുന്നു എന്ന സത്യം അവർ പലപ്പോഴും മറക്കുന്നു. തങ്ങളുടെ സ്നേഹവും ത്യാഗവും പിതാവിനെ നേരെയാക്കിയില്ല എന്ന സത്യം അവർക്ക് കാണാൻ കഴിയുന്നില്ല. പിതാവ് അത്രയൊന്നും ആത്മീയ തലത്തിൽ ചരിക്കുന്ന ആളല്ല എന്നവർ പറയുന്നു. അയാൾ തൻ്റെ കഴിഞ്ഞകാല തെറ്റുകൾ ശരിയാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ കുടുംബാംഗങ്ങളെ മാത്രം ഒഴിച്ചു നിർത്തിക്കൊണ്ട് മറ്റുള്ള എല്ലാവരുടെയും കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നതെന്ന് അവർ സംശയിക്കുന്നു. അവരുടെ കാര്യമെല്ലാം ദൈവം നോക്കിക്കൊള്ളും എന്ന് അയാൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അവർ ശങ്കിക്കുന്നു. അച്ഛൻ്റെ മനസ്സിനെ ശാന്തി നൽകുന്ന ഒരു നുറുങ്ങു വസ്തുവായി മാറിക്കഴിഞ്ഞുവെന്ന് അവർ സംശയിക്കുന്നു. സഹതാപാർദ്രവും സഹാനുഭൂതി കലർന്നതുമായ ഒരു കുടുംബജീവിതത്തിനിടയിൽ കുടുംബനാഥന്റെ അങ്കുരാവസ്ഥയിലുള്ള ആത്മീയ ചാബല്യങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. കുടുംബാംഗങ്ങൾ അപലപിക്കുവാനും വിമർശിക്കുവാനുമാണ് ഒരുങ്ങുന്നതെങ്കിൽ നേരെ വിപരീതമായ ഫലമായിരിക്കും ഉണ്ടാവുക. കുടുംബനാഥൻ കരുതാനിടയുള്ളത് തൻ്റെ കുടിമൂലം എപ്പോഴൊക്കെ എന്ത് വിവാദമുണ്ടായാലും താൻ തൻ്റെ വർഷങ്ങളായുള്ള കുടിമൂലം തെറ്റായ വശത്ത് മാത്രം ചെന്നു നിൽക്കുന്നു എന്നാൽ ഇന്ന് താൻ ദൈവസഹായത്തോടെ ഒരു ഉയർന്ന മനുഷ്യനായിട്ടുണ്ട് എന്നുമാണ്. കുടുംബാംഗങ്ങൾ വീണ്ടും വിമർശനങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ അബദ്ധം കുടുംബനാഥനിൽ കുറെ കൂടി വലിയ അളവിലുള്ള സ്വാധീനം ചെലുത്തും. താൻ ചെയ്യേണ്ടതുപോലെ കുടുംബാംഗങ്ങളോട് പെരുമാറാതെ അയാൾ തന്നിലേക്ക് തന്നെ പിൻവാങ്ങുകയും തനിക്ക് എങ്ങനെ ചെയ്യുന്നതിന് ഒരാത്മീയമായ ന്യായീകരണം ഉണ്ടെന്ന് കരുതുകയും ചെയ്യുന്നു. പിതാവിന്റെ ആത്മീയ ചര്യകളുമായി കുടുംബാംഗങ്ങൾ പൂർണ്ണമായി യോജിക്കുന്നില്ലെങ്കിൽ പോലും അയാളെ അയാളുടെ വഴിക്ക് വിടുവാൻ അവർ തയ്യാറാകണം. അയാൾ ഒരു നല്ല അളവിൽ അവഗണനയും നിരുത്തരവാദപരമായ സമീപനവും കുടുംബത്തോട് പുലർത്തുകയാണെങ്കിൽ പോലും അയാൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം മറ്റുള്ള അമിത മദ്യപാന രോഗികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ അയാൾ ഏർപ്പെട്ടുകൊള്ളട്ടെ. രോഗവിമുക്തിയുടെ ആദ്യ നാളുകളിൽ ഇങ്ങനെ ചെയ്യുന്നത് അയാളുടെ സുബോധാവസ്ഥയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. അയാളുടെ ചില പെരുമാറ്റങ്ങൾ അസഹ്യവും പ്രതിഷേധാർഹവുമാണെങ്കിലും ഞങ്ങൾ കരുതുന്നത് അങ്ങനെയുള്ള ഒരു കുടുംബനാഥൻ ആത്മീയമായ പുരോഗതിയേക്കാൾ തൊഴിൽപരമോ ബിസിനസ് പരമോ ആയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെക്കാൾ നല്ല ഒരു അടിത്തറ ഉള്ള ആളായിരിക്കും എന്നാണ്. അയാൾ കുടിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. കുടിക്കുന്നതിനേക്കാൾ ഭേദമാണ് മറ്റെന്ത്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ
വേണ്ടി ആത്മീയത ഭാവിച്ച് ധാരാളം വർഷങ്ങൾ അതിനുവേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഞങ്ങളിൽ പലർക്കും പിന്നീട് അതിൻ്റെ ബാലിശത്വം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവശക്തിയെക്കുറിച്ചുള്ള വർദ്ധിച്ച ബോധ്യവും ലക്ഷ്യബോധ്യവും ഈ മിഥ്യാലോകത്തിന്റെ സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. ദൈവം ഞങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് കഷ്ടകാലത്തിന്റെ കാർമേഘ പടലങ്ങൾക്ക് മുകളിലും അദ്ദേഹത്തോടൊപ്പം തല ഉയർത്തിപ്പിടിക്കാനാണ് എന്ന് വിശ്വസിക്കുവാൻ തുടങ്ങി. പക്ഷേ എപ്പോഴും ഞങ്ങളുടെ കാലുകൾ ശക്തമായി ഭൂമിയിൽ ഉറച്ചു നിൽക്കണം. അവിടെയാണ് ഞങ്ങളുടെ സഹയാത്രികർ ഉള്ളത്. അവിടെയാണ് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് മുഴുകേണ്ടത്. ഇവിടെയൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യങ്ങളാണ്. ഒരു ശക്തമായ ആത്മീയാനുഭവം ഒരു സുബോധാവസ്ഥയിലുള്ള സന്തുഷ്ടവും പ്രയോജനപ്രദവുമായ ജീവിതവും തമ്മിൽ അനുയോജ്യമില്ലാത്ത നിലയിൽ ഒന്നും തന്നെയില്ല. ഒരു നിർദ്ദേശം കൂടി: കുടുംബാംഗങ്ങൾക്ക് ആത്മീയ നിഷ്ഠകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, അമിത മദ്യപൻ ജീവിതത്തിൽ പകർത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തത്വങ്ങൾ അവരും ഒന്ന് പരിശോധിച്ചു നോക്കുന്നത് നല്ലതാണ്. കുടുംബനാഥൻ ഈ വക തത്വങ്ങൾ പാലിക്കുന്നതിൽ അല്പസ്വല്പമൊക്കെ പരാജയപ്പെട്ടാൽ തന്നെ കുടുംബാംഗങ്ങൾ ഈ ലളിതമായ തത്വങ്ങൾ അംഗീകരിക്കുന്നതിൽ അപചയം സംഭവിക്കുകയില്ല. ഒരാത്മീയ സ്പർശരേഖയിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഒരു ആത്മീയ പദ്ധതി ജീവിതത്തിൽ പകർത്തി അതിനെ പ്രായോഗികമായി നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഭാര്യയെ പോലെ സഹായകരമായി മറ്റാരും ഉണ്ടാകില്ല. ഓക്കെ. ദ റിസ്ക് ഓഫ് കണ്ടിന്യൂഡ് ഫാമിലി ക്രിറ്റിസിസം. ഒരു കുടുംബം അവരെ തുടർച്ചയായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, വിമർശിച്ചുകൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന ചില റിസ്കുകളെ പറ്റിയാണ് പിന്നീട് ഉള്ള പാരഗ്രാഫിൽ ബിഗ് ബുക്ക് ചർച്ച ചെയ്യുന്നത്. ഇഫ് ദ ഫാമിലി ക്രിട്ടിസൈസ് ടു മച്ച്, അതായത് കുടുംബാംഗങ്ങൾ കൂടുതലായി ഇങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ, ദ ഓപ്പോസിറ്റ് മേ ഹാപ്പൻ, ചിലപ്പോൾ ഇതിനെതിരായിട്ടുള്ളത് സംഭവിക്കും. ഡാഡ് മേ തിങ്ക് ദാറ്റ് ഹി വാസ് ഓൾവേസ് വൺ ദ ലോസിങ് സൈഡ് ഓഫ് ആർഗ്യുമെന്റ്സ്. എപ്പോഴും തൻ്റെ ആർഗ്യുമെന്റ്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തർക്കങ്ങളിൽ ഞാൻ എപ്പോഴും നഷ്ടത്തിന്റെ സൈഡിലാണ്, അല്ലെങ്കിൽ നഷ്ടത്തിന്റെ വശത്തിലാണ്. വെൻ ഹി വാസ് ഡ്രിങ്കിങ്, അതായത് അവൻ കുടിക്കുമ്പോൾ. നൗ ഹി മേ ആക്ട് ലൈക്ക് ഹി ഹാസ് ബിക്കം എ സുപ്പീരിയർ പേഴ്സൺ വിത്ത് ഗോഡ് ഓൺ ഹിസ് സൈഡ്. അതായത് ഞാൻ ഇപ്പോൾ ദൈവത്തിന്റെ കൈകളിലാണ്, അപ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ട്, അപ്പോൾ ആ സൈഡിലാണ് ഞാൻ. ഇഫ് ദ ഫാമിലി കണ്ടിന്യൂസ് ടു ക്രിട്ടിസൈസ്, കുടുംബാംഗങ്ങൾ തുടർച്ചയായി അവനെ വിമർശിച്ചു കൊണ്ടിരുന്നാൽ, ഹി മേ ബിലീവ് ദിസ് ഈവൻ മോർ സ്ട്രോങ്ലി, അവൻ ഇങ്ങനെ തന്നെ കൂടുതൽ ശക്തമായി വിശ്വസിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ഹീലിംഗ് വിത്ത് ദ ഫാമിലി, ഡാഡ് മേ ബിക്കം മോർ ഡിസ്റ്റന്റ്. അപ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന ഈ സുഖപ്പെടൽ സംഭവിക്കാതെ അവൻ കൂടുതൽ അകന്നു പോകും. He will believe he is God's spiritual reason for acting this way. അവൻ സ്വയം വിശ്വസിച്ചു തുടങ്ങും, അവന് ചില ആത്മീയ അടിസ്ഥാനത്തിലുള്ള കാരണങ്ങളുണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിനകത്ത്. ഈവൻ ഇഫ് ദ ഫാമിലി ഡിസഗ്രീസ് വിത്ത് ഗാഡ് സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, അതായത് പലപ്പോഴും കുടുംബത്തിലെ അംഗങ്ങൾ ആത്മീയമായിട്ടുള്ള ഈ ഡാഡിയുടെ പ്രവർത്തനത്തെ സമ്മതിക്കുന്നില്ല എങ്കിൽ കൂടി, they should let him do what he needs to do. അവൻ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാനായിട്ട് അവനെ അനുവദിക്കണം. ഈവൻ ഇഫ് ഹി പേസ് ലെസ് അറ്റൻഷൻ ടു ദ ഫാമിലി, അതായത് കുടുംബത്തിൽ അവൻ ചെറിയ ഒരു പരിഗണനയെ കൊടുക്കുന്നുള്ളൂ, ശ്രദ്ധയെ പുലർത്തുന്നുള്ളൂ എങ്കിലും, ദേ ഷുഡ് ലെറ്റ് ഹിം ഫോക്കസ് ഓൺ ഹെൽപ്പിംഗ് അതർ ആൽക്കഹോളിക്സ് ആസ് മച്ച് ആസ് ഹി വാണ്ട്സ്. അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അവൻ എത്രമാത്രം ആവശ്യമുണ്ടോ, എത്രമാത്രം അവൻ ശ്രദ്ധിക്കുന്നുണ്ടോ അതിന് അവനെ വിട്ടുകൊടുക്കണം. ഡ്യൂറിങ് ദ ഫസ്റ്റ് ഡേയ്സ് ഓഫ് റിക്കവറി, അതായത് സുബോധത്തിന്റെ അല്ലെങ്കിൽ മോചനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ, ആദ്യ ദിവസങ്ങളിൽ, ദിസ് വിൽ ഡു മോർ ടു കീപ് ഹിം സോബർ ദാൻ എനിത്തിങ് എൽസ്. അതായത് അവനെ സുഖപ്പെടുത്തുന്നതിനായി അല്ലെങ്കിൽ സുബോധം വരുന്നതിനായി ഇത്തരം കാര്യങ്ങൾ അവനെ സഹായിക്കും. മറ്റുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായി ഇതിനെ സഹായിക്കും, സുബോധാവസ്ഥയെ സഹായിക്കും. സം ഓഫ് ഹിസ് ബിഹേവിയർ മേ ബി വറിയിങ് ഓർ അനോയിങ്. പലപ്പോഴും അവന്റെ ചില പ്രവൃത്തികൾ, സ്വഭാവങ്ങൾ സങ്കടപ്പെടുത്തുന്നതും ദേഷ്യം വരുത്തുന്നതുമാണ്. ബട്ട് വി തിങ്ക്, നമ്മൾ ചിന്തിക്കണം, ഡാഡ് വിൽ ബി സേഫർ ദാൻ ആൻ ആൽക്കഹോളിക് ഹു ഈസ് ഫോക്കസ്ഡ് ഓൺ ഫിനാൻസ്. അതായത് ഡാഡ്, അതായത് അച്ഛൻ സുരക്ഷിതമായ കൈകളിലാണ് മറ്റ് ആൽക്കഹോളിക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ. ഹി വിൽ ബി ലെസ് ലൈക്ലി ടു ഡ്രിങ്ക് അഗെയിൻ ആൻഡ് എനിത്തിങ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ്. അവൻ ഇപ്പോൾ കുടിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നേയില്ല, അത് എല്ലാത്തിനും നല്ലതാണ്, എല്ലാത്തിനും. ആൻഡ് എനിത്തിങ് ഈസ് ബെറ്റർ ദാൻ ദാറ്റ്, മറ്റുള്ള എന്ത് കാര്യത്തിനേക്കാളും മികച്ചത് അത് തന്നെയാണ്. മെനി ഓഫ് us have spent time thinking that our spirituality make us superior people. നമ്മളിൽ ധാരാളം ആളുകൾ നമ്മളുടെ ആത്മീയത നമ്മളെ മറ്റുള്ളവരെക്കാൾ വലിയ സുപ്പീരിയർ ആക്കും,
many of us have spent time, നമ്മൾ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യും തിങ്കിങ് ദാറ്റ്, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവർ സ്പിരിച്വാലിറ്റി മേക്സ് us superior people, മറ്റുള്ള ആളുകളൊക്കെ കൂടുതൽ സുപ്പീരിയോറിറ്റി നമുക്ക് ലഭിക്കുന്നതായി നമ്മൾ ചിന്തിക്കും. ഈവൻച്വലി വളരെ സാവധാനത്തിൽ വി സാറ്റ് ദിസ് ഈസ് ചൈൽഡിഷ്, ഇത് നമ്മളുടെ ഒരു തെറ്റായ ചിന്തയാണ്, അല്ലെങ്കിൽ ചൈൽഡിഷ് ആയിട്ടുള്ള വളരെ കാര്യമില്ലാത്ത ഒരു ചിന്തയാണെന്ന് നമ്മൾ കാണും. ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ഗ്രേറ്റ് സെൻസ് ഓഫ് പർപ്പസ്. അങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ മാറ്റും, റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ മാറ്റും. ആൻഡ് ഗ്രോയിങ് എ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പവർ ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്സ്. അപ്പോൾ ദൈവത്തിന്റെ കീഴിൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നതിന്റെ ആവശ്യകതയും ദൈവശക്തിയുടെ ആവശ്യകതയും നമ്മൾ മനസ്സിലാക്കും. ആൻഡ് എ ഗ്രോയിങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പവർ ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്സ്. അപ്പോൾ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. വി ഹാവ് കം ടു ബിലീവ്, നമ്മൾ ഇങ്ങനെ വിശ്വസിക്കും, വി ഷുഡ് കീപ് അവർ ഹെഡ്സ് ഇൻ ദ ക്ലൗഡ്സ് വിത്ത് ഗോഡ്. അതായത് ആകാശത്തിനുള്ളിൽ അല്ലെങ്കിൽ മേഘപടലങ്ങൾക്കിടയിലൂടെ നമ്മുടെ തല ഉയർത്തി ദൈവത്തിനോടൊപ്പം നമ്മൾ നിൽക്കേണ്ടതുണ്ട്. ബട്ട് അവർ ഫീറ്റ് നീഡ് ടു ബി ഫാമിലി പ്ലാന്റഡ് ഓൺ എർത്ത്. അതായത് അത് ഇങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്, ആത്മീയതയുടെ ചെറുകിലേറി ആകാശത്തു കൂടി പറന്നു നടന്നാലും നമ്മളുടെ കാലുകൾ നിലത്ത് തൊട്ടിരിക്കണം, അവിടെയാണ് നമ്മുടെ സഹോദരന്മാരുള്ളത് എന്നാണ് മലയാളം വേർഷൻ ഞാൻ ഓർക്കുന്നത്. ദാറ്റ് ഈസ് വെയർ അതർ പീപ്പിൾ ആർ ആൻഡ് ദാറ്റ് ഈസ് വെയർ അവർ വർക്ക് മസ്റ്റ് ബി ഡൺ. എങ്ങനെയായിരിക്കണം മറ്റുള്ള ആളുകൾ നമ്മളെ കാണേണ്ടത്, ഇങ്ങനെയായിരിക്കണം നമ്മുടെ ജോലി പൂർത്തിയാക്കേണ്ടത്. ദിസ് ആർ ദ റിയാലിറ്റീസ് ഫോർ അസ്. ഇതാണ് നമ്മൾക്ക് വേണ്ട യാഥാർത്ഥ്യം. ആൻഡ് വി നോ, നമുക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദാറ്റ് വി ക്യാൻ ഹാവ് ബോത്ത് എ പവർഫുൾ സ്പിരിച്വൽ ഹസ്ബൻഡ് ആൻഡ് എ ലൈഫ് ഓഫ് സെയിൻ ആൻഡ് ഹാപ്പി യൂസ്ഫുൾനെസ്. അതായത് നമുക്ക് ഒരു ആത്മീയ അടിസ്ഥാനത്തിലുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതവുമുണ്ട്, അതുകൂടാതെ വളരെ സന്തോഷകരവും സെയിൻ, വളരെ വിശുദ്ധി അല്ലെങ്കിൽ സുബോധം നിറഞ്ഞ ഒരു യൂസ്ഫുൾനെസ്, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ജീവിതവും നമുക്കുണ്ട്. വൺ മോർ സജഷൻസ്, ഒരു നിർദ്ദേശം കൂടി. വെദർ അതർ ഫാമിലി മെമ്പേഴ്സ് ആർ സ്പിരിച്വൽ ഓർ നോട്ട്, മറ്റ് കുടുംബാംഗങ്ങൾ അവർ ആത്മീയമായ അടിസ്ഥാനത്തിൽ ആണോ അല്ലയോ എന്നുള്ളത്, ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദം ടു അക്സെപ്റ്റ് ദ പ്രിൻസിപ്പിൾ ദെയർ ലവ്ഡ് വൺ ഹാസ് അഡോപ്റ്റഡ്. വെദർ അതർ ഫാമിലി മെമ്പേഴ്സ്, മറ്റ് കുടുംബാംഗങ്ങൾ ആർ സ്പിരിച്വൽ ഓർ നോട്ട്, ആത്മീയ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ആത്മീയതയോ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും, ഇറ്റ് ക്യാൻ ഹെൽപ്പ്, ഇത് സഹായിക്കും ദം ടു എക്സാമിൻ ദ പ്രിൻസിപ്പിൾസ്, അവർക്ക് ഈ തരം തത്വങ്ങൾ അവരുടെ ജീവിതത്തിൽ പരീക്ഷിക്കാൻ സഹായിക്കും. ദർ ലവ്ഡ് വൺ ഹാസ് അഡോപ്റ്റഡ്. അതായത് അച്ഛൻ സ്വീകരിച്ച ഈ പറയുന്ന ആത്മീയ അടിസ്ഥാനത്തിൽ ഇവർക്ക് കുടുംബാംഗങ്ങൾ കൂടി പങ്കെടുക്കുകയാണെങ്കിൽ ആ തത്വങ്ങൾ അവരുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കും. ദേ വിൽ പ്രോബബ്ലി ഫൈൻഡ് ദിസ് സിമ്പിൾ പ്രിൻസിപ്പിൾ ഇൻട്രസ്റ്റിംഗ്. അവർ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ പറയുന്ന തത്വങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി അവർ ശ്രദ്ധിക്കും. ആൻഡ് വാല്യുബിൾ, വിലയേറിയതാകും. ഈവൻ വെൻ ഡാഡ് സ്ട്രഗിൾ ടു പ്രാക്ടീസ് ദം ഹിംസെൽഫ്. പലപ്പോഴും അച്ഛൻ ഇത് പ്രാക്ടീസ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുമ്പോഴും, പരിശീലിക്കാൻ സ്ട്രഗിൾ ചെയ്യുമ്പോഴും, അവര് ഇത് ഈ പറയുന്ന സിമ്പിൾ പ്രിൻസിപ്പിൾസ്, ചെറിയ ലളിതമായിട്ടുള്ള ഈ തത്വങ്ങൾ അവര് കൂടുതൽ താല്പര്യത്തോടു കൂടിയും ശ്രദ്ധാപൂർവവും ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും വെൻ ദ പാർട്ണർ ഓഫ് ആൻ ആൽക്കഹോളിക് ബിഗിൻസ് ദെയർ ഓൺ സെയിം സ്പിരിച്വൽ പ്രോഗ്രാം. അങ്ങനെ ആൽക്കഹോളിക്കിന്റെ പാർട്ണറായിട്ടുള്ള ആള് ഈ പറയുന്ന ആത്മീയ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇറ്റ് ഇസ് ഇൻക്രെഡിബിളി ഹെൽപ്പ് ടു ദി ആൽക്കഹോളിക്. ഇത് തീർച്ചയായും ആൽക്കഹോളിക്കിന് സഹായകമായി തീരും. ദ ബെനിഫിറ്റ് ഫ്രം സീയിങ് സമ്മൺ ദേ ലവ്. അതായത് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് they benefit from seeing someone they love using AA principle with wisdom and care. അതായത് ഒരാൾ മറ്റ് കുടുംബാംഗങ്ങൾ ഈ പറയുന്ന AA പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ അവരുടെ വിജ്ഞാനത്തിനു വേണ്ടി ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അവന് കൂടുതൽ ബെനിഫിറ്റ് ആകും. അതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻക്രെഡിബിളി ഹെൽപ്ഫുൾ ടു ദാറ്റ് ആൽക്കഹോളിക്. ആ ആൽക്കഹോളിക്കിന് കൂടുതൽ ശ്രദ്ധയോടുകൂടി സഹായകമായിട്ട്, മോചനത്തിനുള്ള ഒരു സഹായമായിട്ട് തീരുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും അവസാനത്തെ സജഷനായിട്ട് അവർ പറയുന്നത്, ഈ ആളുകൾ അല്ലെങ്കിൽ ഫാമിലിയിലെ കുടുംബാംഗങ്ങൾ ഈ പറയുന്ന സ്പിരിച്വൽ അല്ലെങ്കിൽ ആത്മീയ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന നമ്മുടെ എയുടെ തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ തന്നെ മറ്റ് ആൽക്കഹോളിക് ആയിട്ടുള്ള അച്ഛന് കൂടുതൽ സഹായമായി തീരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദ റിസ്ക് ഓഫ് കണ്ടിന്യൂഡ് ഫാമിലി ക്രിറ്റിസിസം, അതായത് കുടുംബാംഗങ്ങൾ കൂടുതലായി വിമർശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ദ ഫാമിലി ആഫ്റ്റർവേർഡ് ചർച്ച ചെയ്യുന്നത്.
അടുത്തത് സ്റ്റേയിങ് ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ അത് അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. ഇന്ന് എന്നെ കേട്ടിരുന്ന ഓരോരുത്തർക്കും നന്ദി പറയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഇതിനോട് തുലനം ചെയ്യാൻ കഴിയും, ആലോചിക്കാൻ കഴിയും. പിന്നീട് എവിടെയെങ്കിലും നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പ്രത്യേകിച്ച് 12-ാം പടിയുടെ അവസാന ഭാഗമായിട്ടുള്ള ചലഞ്ച് പ്രിൻസിപ്പിൾ. ഈ തത്വങ്ങൾ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കുക എന്ന് പറയുന്ന ചലഞ്ചിൽ ഉൾപ്പെടുന്ന 12-ാം പടിയുടെ ചലഞ്ചിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു പ്രോമിസ്, ചാർജ്, ചലഞ്ച് 3 ഭാഗങ്ങളായിട്ടാണ് 12-ാം പടിയെ തരംതിരിച്ചിരിക്കുന്നത്. പ്രോമിസ് എന്ന് പറയുന്നത് നമുക്കൊരു ആത്മീയ ഉണർവുണ്ടാകുന്നു എന്നുള്ള ആദ്യ ഭാഗവും, രണ്ടാമത്തെ ഭാഗം നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി, മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം കൊടുക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമായിട്ടുള്ള ചാർജ് എന്ന് പറയുന്നതിന്, മൂന്നാമത്തെ ഭാഗം ഈ തത്വങ്ങൾ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കുക എന്നുള്ള ഭാഗമാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളി. ആ വെല്ലുവിളിയുടെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കുറെ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ബുക്ക് പറഞ്ഞു തരുന്നത്. ബാക്കി ഭാഗം അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്.